ഫോർമുല മിൽക്ക് വേഴ്സസ് ബ്രസ്റ്റ് മിൽക്ക് ഇല്ല. ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ ഉള്ളൂ. ഇനിഷ്യലി എല്ലാ കരച്ചിലും നമ്മൾ പാല് കൊടുക്കുക. ഇപ്പോൾ പാലില്ലാത്തതുകൊണ്ട് വാവ കരഞ്ഞുകൊണ്ടിരിക്കുക, അതുകൊണ്ട് പൊടിപ്പാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ തമാശ പറയാറ് എന്താ വെച്ചാൽ, നമുക്ക് അങ്ങനെ ഷേപ്പ് വരുത്താൻ പറ്റും. എല്ലാവരും നമുക്ക് ഹൃതിക് റോഷനും ഐശ്വര്യ ആക്കാലോ എന്നാണ് ഞാൻ എപ്പോഴും മദേഴ്സിനോട് പറയുന്ന ഒരു ഡയലോഗ്. നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ പറയും, ബേബിനെ സുന്ദരിയാക്കിയാണല്ലോ. അപ്പൊ അത് നമ്മൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഡോക്ടർ സർക്കാസ്റ്റിക്കലി ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവും. ഒരു 1.5-2 വയസ്സായിട്ടും കുട്ടികൾ ഒരു 8-10 വാക്കുകൾ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ ഈ ഒരു 6 മാസം കഴിയുമ്പോഴേക്ക് കുറുക്ക് കൊടുത്തു തുടങ്ങും. കുറുക്ക് കുട്ടികൾ കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻ വെച്ച് കൊടുക്കും. സ്ക്രീൻ വെച്ച് കൊടുക്കും, കുട്ടികൾ അത് നോക്കിയിരിക്കും, ഇവരെ കോരി കൊടുക്കും, അത് കുടിച്ചുകൊണ്ടിരിക്കും. 3 years വരെ കുട്ടികൾക്ക് സ്ക്രീൻ കാണിക്കുകയേ ചെയ്യില്ല. സോ ലെറ്റ് ദം ഡെവലപ്പ് ദെയർ ലാംഗ്വേജ്. നമ്മളൊരു 1 year ഒക്കെ ആകുമ്പോഴേക്ക് നമ്മളെ ഡയറ്റിലോട്ട് കുട്ടികളെ കൊണ്ടുവരണം. 1 year ഒക്കെ ആകുമ്പോഴേക്ക് നമ്മൾ പിന്നെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വേറെ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള സിറ്റുവേഷനിൽ മാറും. 2 വയസ്സിലും കുറുക്ക് മാത്രം കുടിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, അത് നമ്മളായിട്ട് ചെയ്ത് തുടങ്ങിയാൽ ഇറ്റ് വിൽ ബി ഹാപ്പനിങ്. കുഴപ്പമൊന്നും. ഇപ്പോൾ 4 മാസത്തിലേ കഴുത്ത് ഉറക്കേണ്ടുള്ളൂ. ചില കുട്ടികൾ 3 മാസത്തിൽ ഉറക്കും. ദാറ്റ് ഡസന്റ് മീൻ നമ്മുടെ കുട്ടി 4 മാസം ഉറക്കുന്ന കുട്ടിക്ക് പ്രശ്നം ഉണ്ടെന്നല്ല. മോശക്കാരനില്ല. പ്രസവം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന മദേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ബേബി തീരെ പാൽ കുടിക്കാൻ എഴുന്നേൽക്കുന്നില്ല, ഒരു 6 മണിക്കൂർ 8 മണിക്കൂറായിട്ട് പാൽ കുടിക്കാൻ എഴുന്നേൽക്കുന്നില്ല, ഫുൾ ടൈം ഉറങ്ങി കിടക്കുന്നു, അത് ആക്റ്റീവ് അല്ല, ഫീഡ് ചെയ്യുന്നില്ല. ഈ 2 സിറ്റുവേഷൻ നമ്മൾ ശ്രദ്ധിക്കും. വയറ്റിന്ന് പോയാലും മൂത്രമൊഴിച്ചാലും പെട്ടെന്ന് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഡയപ്പർ ഇട്ടിട്ട് രാത്രി ഡയപ്പർ ഇട്ടിട്ട് പിന്നെ രാവിലെ അല്ല ചേഞ്ച് ചെയ്യേണ്ടത്. ഡോക്ടർ, എന്റെ കുഞ്ഞ് നന്നായി വളരുന്നുണ്ടോ? ഇതൊരു കോമൺ ആശങ്കയാണ്. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്റെ കുഞ്ഞ് നന്നായി വളരുന്നുണ്ട്? വിത്തിൻ 30 minutes, നോർമൽ ഡെലിവറി വിത്തിൻ 30 minutes നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന 6 മാസം അമ്മയുടെ പാല് മാത്രം കുടിക്കുന്ന കുട്ടിയും പൊടിപ്പാൽ മാത്രം കുടിക്കുന്ന ഒരു കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ, അമ്മയുടെ പാല് മാത്രം കുടിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ഉള്ള ഘടകങ്ങൾ വെച്ചാൽ ബയോളജിക്കൽസ് ഒക്കെ അമ്മയുടെ പാല് ത്രൂ കിട്ടും. പക്ഷെ പൊടിപ്പാൽ അതൊരിക്കലും ഉണ്ടാവില്ല. ഡോക്ടർ ഒരു നിയോട്ടോളജിസ്റ്റ് ആണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം പറഞ്ഞിട്ട് ഡോക്ടറോട് സംസാരിക്കാം. ഞങ്ങൾ ഓഫീസിൽ ഒരിക്കൽ സംസാരിക്കുമ്പോൾ എന്നോടൊരു കൊളീഗ് പറഞ്ഞു, ഈ നൂല് കെട്ടുക എന്നൊരു ചടങ്ങുണ്ട് നമ്മൾ ഈ 28 days. അത് ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. കാരണം ഒരു കുഞ്ഞ് 28 ദിവസം പിന്നിടുക എന്നുള്ളത് ഒരു ഇന്ത്യൻ ലൈഫ് സ്പാനിലെ ആദ്യത്തെ മൈൽ സ്റ്റോൺ ആണ്. അപ്പം അതിനുശേഷം നമ്മൾ കുട്ടിയെ പേര് വിളിക്കാറുള്ളൂ, നിറമുള്ള ഡ്രസ്സ് ഇടിക്കാറുള്ളൂ, കണ്ണെഴുതാറുള്ളൂ. കണ്ണെഴുതുന്നൊക്കെ വേറെ ടോപ്പിക് കണ്ടോടെ നിൽക്കട്ടെ എങ്കിൽ പോലും ഇതൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. അതുവരെ വാവയെ കുട്ടു എന്നൊക്കെ വിളിക്കാറുള്ളൂ, പേര് പോലും ആ ദിവസത്തിന് ശേഷമേ വിളിക്കുള്ളൂ. ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത്, 28 days ആ ഒരു കാലം എത്ര പ്രാധാന്യമുള്ളതാണ്? ആക്ച്വലി ഫസ്റ്റ് 20 days ഓഫ് ലൈഫ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ, നമ്മളൊരു ബേബി ഡെലിവറി ആയി വരുന്ന സമയത്ത് ബേബി അതുവരെ അമ്മയുടെ അകത്ത് ഇരുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അതിനകത്തുള്ള സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഓർഗൻസിൻ്റെ യൂസേജ് അല്ലെങ്കിൽ ഓരോ ഓർഗൻസ് പ്രവർത്തിക്കുന്ന രീതി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ബേബി പുറത്തു വന്നു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, അകത്തിരിക്കുന്ന സമയത്ത് ബേബി നമ്മളെ ലങ്സ് യൂസ് ചെയ്ത് ശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ 2 അറകളെ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ നോർമൽ ഒരു അഡൽട്ട് സർക്കുലേഷൻ മാതിരി സർക്കുലേഷൻ അല്ല. അതുപോലെ ബാക്കി ഓർഗൻസ് ഒക്കെ എല്ലാ സപ്പോർട്ടും ബേബിക്ക് കിട്ടുന്നത് അമ്മയുടെ പൊക്കിൾ കൊടി കൂടിയാണ്. പുറത്തു വരുമ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സിറ്റുവേഷനായി. ലങ്സ് വികസിച്ച് വന്ന് എയർ നിറഞ്ഞു നോർമലി ബ്രീത്തിങ് വരണം. അതാണ് നമ്മൾ ഫസ്റ്റ് ക്രൈ എന്ന് പറയുന്ന സിറ്റുവേഷൻ. അത് കഴിഞ്ഞ് ബേബി ഓരോ ഓർഗൻസ് ആണെങ്കിലും മാറി മാറി വന്ന് ഒരു അഡൽട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ സാധാരണ ഹാർട്ട് പ്രവർത്തിക്കുന്ന ലങ്സ് പ്രവർത്തിക്കുന്ന മാതിരി വരേണ്ട ഒരു സമയമാണ്. ഫസ്റ്റ് ഒരു 7 days ഏർലി നിയൻറ്റൽ പീരീഡ് എന്ന് പറഞ്ഞു, ലേറ്റർ ആയിട്ട് വരുന്ന ബാക്കി 20 days ആണ് നിയൻറ്റൽ പീരീഡ്. ഈ ഒരു സമയത്തേക്ക് ആകുമ്പോഴേക്കാൻ നമ്മൾ ഓർഗൻസ് എല്ലാം നോർമലൈസ് ചെയ്ത് വന്ന് ആ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. അപ്പോൾ ആ ഒരു പീരീഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്താണ് നമ്മൾ ഫസ്റ്റ്, അതുവരെ ബേബിക്ക് നമ്മൾ ന്യൂട്രീഷൻ ആണെങ്കിലും പൊക്കിൾ കൂടിയാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഫസ്റ്റ് പാല് കൊടുത്തു തുടങ്ങുന്നത്. അപ്പോൾ ഫീഡിങ് പ്രോപ്പർ ആയിട്ടുണ്ടോ, ഫീഡിങ് കറക്റ്റ് ആയിട്ടുണ്ടോ, ബേബി ഗ്രോത്ത് വരുന്നുണ്ടോ, പ്രോപ്പർലി ഗ്രോത്ത് വരുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്ന സമയമാണ്. ഓരോ ഓർഗൻസ് മോണിറ്റർ ചെയ്യുന്ന സമയമാണ്. അപ്പം പൊതുവേ നമ്മളിപ്പം ഡെലിവറി കഴിഞ്ഞാൽ ഒരു 2 days മാത്രം ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ഈ കുട്ടികളെ ഒരു 14 days അല്ലെങ്കിൽ 20 days ആകുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിരിച്ചു വിളിക്കും. സോ വി കോൾ ദം ബാക്ക്. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി അസസ് ചെയ്യും, എല്ലാ ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങളും ഓക്കെ അല്ലേ, ഹാർട്ടിൻ്റെ മിടിപ്പ് ഓക്കെ അല്ലേ, അതുപോലെ തന്നെ ഗ്രോത്ത് ഓക്കെ അല്ലേ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ആ ഒരു സമയത്ത് അസസ് ചെയ്യുന്നത്. അപ്പം ഈ കണ്ണെഴുതുക, പേര് വിളിക്കുക, വി ലീവ് ഓൾ ദോസ് തിങ്സ്, ബട്ട് ഡോക്ടർ പറഞ്ഞത് 2 കാര്യമാണ് എനിക്ക് തുടർന്ന് ചോദിക്കാൻ തോന്നുന്നത്. ഒന്ന്, ഈ പൊക്കിൾ കൊടി ബന്ധം വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു പദം കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ബയോളജിക്കലി ഈ പൊക്കിൾ കൊടി നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്? അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? അതിനുശേഷം അത് കെയർ ചെയ്യേണ്ടത്? നമ്മുടെ ബേബി ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ പൊക്കിൾ കൊടി മുറിക്കും. അത് മുറിച്ച് കഴിഞ്ഞ് ചെറിയൊരു സ്റ്റമ്പ് മാത്രമേ ബാക്കി ഉണ്ടാവത്തുള്ളൂ. ഐഡിയലി നമ്മൾ അതിനെ ലീവ് ഇറ്റ് അലോൺ ആണ്
നമ്മൾ പറയാം. ഓക്കെ ജസ്റ്റ് കീപ് ദാറ്റ് ഏരിയ അവിടെ ഡ്രൈ ആക്കി വെക്കുക. Okay. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ പാടി ഒരുപാട് ആന്റിബയോട്ടിക് ഓയിൻമെന്റ്സ് യൂസ് ചെയ്യുക, ജെൻഷൻ വയലറ്റ് പറഞ്ഞ ബ്ലൂ സാധനം പണ്ടത്തെ യൂസേജുകളാണ്. അങ്ങനത്തെ സാധനം പിന്നെ യൂസ് എണ്ണ ചെയ്യുക, പുരട്ടി എണ്ണ പുരട്ടി കൊടുക്കുക, ഒന്ന് ഊതി കൊടുക്കുക, അതിലൂടെ കാറ്റ് പോട്ടെ എന്ന് അങ്ങനെ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അതിനകത്തൂടെ വെള്ളം അകത്തോട്ട് കയറി അങ്ങനെ പോകും, പറയാറുണ്ട്. അങ്ങനത്തെ ഒരു അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് കീപ് ദാറ്റ് ഏരിയ ഡ്രൈ. അവിടെ വേറെ ഇൻഫെക്ഷൻ വരാതെ നോക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു എക്സ്ട്രാ കെയറിന്റെ ആവശ്യം പൊക്കിൾ കുടിക്കില്ല. ആക്ച്വലി ഏത് സമയത്താണ് അത് ഇൻഫെക്ഷൻസ് ആവുന്നുണ്ടോ എന്ന് നമ്മളിപ്പോ പൊക്കിളിന്റെ ചുറ്റുമുള്ള റെഡ്നെസ് അവിടുന്ന് നല്ല ചെറിയ രീതിക്ക് ഒരു സ്മെല്ല് നോർമലാണ്. ഭയങ്കര ബേബിന്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റാത്ത രീതിക്കുള്ള സ്മെല്ല് വരാം, ചുറ്റും റെഡ്നെസ് വരാം, ബേബിക്ക് പനി വരാം, പിന്നെ അവിടുന്ന് ശരിക്കും പഴുപ്പ് പോലെ ഒഴുകി വരാം. ഇതൊക്കെയാണ് നമ്മൾ അവിടെ അംബ്ലിക്കൽ, നമ്മൾ സെപ്സിസ് എന്നൊക്കെ പറയും. അംബ്ലിക്കലിന്റെ അവിടെ അംബ്ലിക്കസിന്റെ അവിടെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അതിൻ്റെതായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്തുള്ള വന്ന് കണ്ട് വേണ്ട ആന്റിബയോട്ടിക്കോ കാര്യങ്ങളോ വേണോ എന്നുള്ള ഡിസൈഡ് ചെയ്യേണ്ടത്. അതർവൈസ് ചെറിയ രീതിക്കുള്ള ചെറിയ ഡിസ്ചാർജ്, ഞാൻ എപ്പോഴും ഡിസ്ചാർജ് ചെയ്യണം മദേഴ്സിനോട് പറയും. ഇത് വീണ് പോയാൽ 2 days അവിടുന്ന് ചെറിയ ബ്ലഡ് മാറി ചെറിയ യെല്ലോ കളർ ഡിസ്ചാർജ് നോർമലാണ്, ചെറിയ സ്മെല്ല് നോർമലാണ്. അതിനു വേണ്ടി ഓടി വരണ്ട. തിരിച്ച് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ അവിടെ ഒരു റെഡ്നെസ് വരിക, ഒരുപാട് പസ് മാറി വരിക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഡോക്ടർ, ഈ ഫസ്റ്റ് ക്രൈയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ആദ്യത്തെ കരച്ചിൽ എത്ര പ്രാധാന്യമുള്ളതാണ്? എന്താണ് ശരിക്കും ആദ്യമായി ശ്വാസം എടുക്കുന്ന സമയമാണോ ആദ്യത്തെ കരച്ചിൽ? ബേസിക്കലി പറഞ്ഞാൽ നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ആണ് ഫസ്റ്റ് ലങ്സ് വികസിക്കുന്നത്. സോ അതുവരെ നമ്മുടെ ലങ്സിനകത്ത് വാട്ടറാണ്, വെള്ളം നിറഞ്ഞ് നമ്മൾ ഈ ബേബി കിടക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അതിനകത്ത് നിറഞ്ഞിട്ടാണ് ഇതിരിക്കുന്നത്. ബേബി പുറത്തു വരുന്ന സമയത്താണ് ഒരു ദൈവം ഉണ്ടാക്കി വെച്ച മെക്കാനിസം ആണ്. നമ്മൾ ഈ ലങ്സിൽ നിന്നുള്ള വെള്ളം എല്ലാം പോയി ബാക്കിയുള്ള വെള്ളം വലിഞ്ഞു പോയി കുറെ പുറത്തോട്ട് വരും, ബാക്കിയുള്ള വെള്ളം വലിഞ്ഞ് അബ്സോർബ് ചെയ്ത് പോകും. എന്നിട്ട് അതിനകത്ത് എയർ നിറഞ്ഞ് നോർമൽ ബ്രീത്തിങ് വരാം. അപ്പോൾ ബേബി കരയുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഇപ്പം ഡെലിവറി കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഒരുപാട് മൂക്കിലോടിമാരോടൊക്കെ വെള്ളം പുറത്തോട്ട് വരും. അതെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് ബേബി നോർമലി ബ്രീത്ത് ചെയ്ത് ലങ്സിനകത്ത് ഫുള്ളായിട്ട് എയർ നിറഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ശ്വാസം മുട്ടലോ കാര്യങ്ങളൊന്നും ബേബികൾ ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു പ്രോസസ്സ് ചില കുട്ടികൾക്ക് നടക്കില്ല, ഫോർ വേരിയസ് റീസൺ, പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ഹെൽപ്പ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നമ്മളെ എല്ലാ ഗൈഡ് ലൈൻസ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, എല്ലാ ഡെലിവറി പോയിന്റിലും നിയോനറ്റൽ റെസിസ്റ്റേഷൻ പ്രോഗ്രാം എന്ന് പറയും. കുട്ടികളെ റെസിസ്റ്റേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ, വെദർ ഇറ്റ് ഇസ് സ്റ്റാഫ് നേഴ്സ് ഒരു ഡോക്ടർ ആണെങ്കിൽ അവിടെ നിർബന്ധമായിട്ട് വേണം. അപ്പോൾ നമ്മൾ കുറച്ചൊരു റിസ്ക് ഉള്ള, നമ്മളിത് ഇപ്പം നമ്മൾ പറയുക ഒരു കണക്ക് പറയുകയാണെങ്കിൽ 100 കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ 90 കുട്ടികൾക്ക് നമുക്ക് ഒരു സപ്പോർട്ടും ചെയ്യണ്ട, ദേ വിൽ ബി നോർമൽ. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നോർമൽ. 10 കുട്ടികൾക്ക് ചെറിയ സപ്പോർട്ടുകൾ ഹെൽപ്പ് വേണ്ടി, ചിലപ്പം ഒന്ന് തട്ടി കൊടുക്കുക, ചിലപ്പോൾ ഒന്ന് ഫ്ലൂർ വലിച്ചെടുക്കുക, അങ്ങനെ സപ്പോർട്ട് വേണം. 1% കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ കെയർ വേണ്ടി അവിടെ ഡോക്ടേഴ്സിൻ്റെ ആവശ്യമാകും. പക്ഷെ ഇതിന്റെ പ്രോബ്ലം ഈ 1% കുട്ടികൾ ഏതാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എല്ലാ കുട്ടികൾക്കും ഈ കുട്ടി ജനിക്കുമ്പോൾ കരഞ്ഞിട്ടില്ലെങ്കിലോ എന്നുള്ള ഒരു കെയറിന് മുകളിൽ വേണം നിൽക്കാൻ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിന് പ്രോബ്ലം എന്താ വെച്ചാൽ ഫസ്റ്റ് ക്രൈ അല്ലെങ്കിൽ ഡിലേ ആയി വന്നു കഴിഞ്ഞാൽ അത്രയും സമയം നമ്മൾ ബേബിയുടെ ബ്രെയിനിലോട്ട് ഓക്സിജൻ കിട്ടാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ അത് ഡാമേജ് വരുത്താനുള്ള സാധ്യതകൾ കൂടുതൽ, നമ്മൾ ആസ്ഫിക്സിയ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള, നമ്മളിപ്പം എപ്പിലെപ്സി അപസ്മാരം മാറി, അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ട്, ഡെവലപ്മെന്റ് നടക്കാൻ ഡിലേ വരിക, അല്ലെങ്കിൽ ഈ സെറിബ്രൽ പാൽസി എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതകളുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിയോനറ്റോളജി ഒരു വിഭാഗം തന്നെ വലുതായി വരാനുള്ളതിൻ്റെ വൺ ഓഫ് ദി മെയിൻ റീസൺ അതാണ്. ഡോക്ടർ ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു പ്രഗ്നൻസി ടൈമിൽ തന്നെ കുറച്ച് കെയർ എടുക്കണം. ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണ് ഞാൻ സമീപിക്കേണ്ടത് എന്നുള്ളത്, എന്തൊക്കെ ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്? ഇതിപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ നമ്മളെ ഒരു റിസ്ക്കും കൂടിയുണ്ട്. ഇപ്പം മോസ്റ്റ്ലി ഞാൻ ഈ പറഞ്ഞ മോസ്റ്റ്ലി എല്ലാം നോർമലായിട്ട് പോകുന്നതായിരിക്കും, ഒരു ഇഷ്യൂസ് ഇല്ല. പ്രഗ്നൻസി ബേബിയുടെ ഗ്രോത്ത് നോർമലാണ്. നമ്മൾ തികഞ്ഞു 38 ആഴ്ച കഴിഞ്ഞിട്ട് തികഞ്ഞിട്ടായിരിക്കും പ്രസവം വരുന്നത്. വെയിറ്റ് നോർമലായിട്ടിരിക്കുന്നു. അങ്ങനത്തെ കുട്ടികൾക്ക് വേറെ അമ്മയ്ക്ക് ഷുഗറോ പ്രഷറോ അല്ലെങ്കിൽ സ്കാനുകളിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊരു നോർമലാണ്. എല്ലാം നമ്മൾ ലോ റിസ്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ പറയാം. അങ്ങനത്തെ കുട്ടികൾക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഹോസ്പിറ്റൽ ഒരു പീഡിയാട്രീഷ്യൻ അവൈലബിൾ ആയാൽ മതി. ഒരു വലിയ ICU സെറ്റപ്പോ കാര്യങ്ങളോ വേണമെന്നില്ല. നേരെ മറിച്ച് കുറച്ചും കൂടി റിസ്കി ആയിട്ടുള്ള ഒരു പ്രീടേം ഡെലിവറി, അല്ലെങ്കിൽ ഒരു ബേബി ജസ്റ്റേഷൻ, അതായത് നമ്മൾ 38 ആഴ്ച ആയിട്ടുള്ള പക്ഷേ വളർച്ച കുറവുള്ള കുട്ടികൾ, അല്ലെങ്കിൽ അമ്മയ്ക്ക് അതേമാതിരി ഷുഗറിൽ കുട്ടികൾ, വലിയ കുട്ടികൾ, അമ്മയ്ക്ക് ഷുഗർ വരുമ്പോൾ കുട്ടികൾ വലുതാവും. അപ്പോൾ 4 കിലോ 4.5 കിലോ ഉള്ള കുട്ടികൾ, അവർക്കൊക്കെ ഈ ഡെലിവറി സമയത്ത് ബുദ്ധിമുട്ട് വരാൻ സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമ്മൾ കുറച്ചും കൂടി ഒരു ICU കെയർ ഫെസിലിറ്റി ഉള്ള സ്ഥലത്ത് വേണം നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. ഒരു ലെവൽ 3 ICU ഒക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വെന്റിലേറ്ററിൻ്റെ ആവശ്യം വന്നാൽ കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് സപ്പോർട്ട് സ്ഥലങ്ങളാണ്. ഇനി ജന്മനാ ചിലപ്പോൾ നമ്മൾ ചില കാർഡിയാക് ലീഷൻസ് ഒക്കെ ഡയഗ്നോസ് ചെയ്യും. അമ്മയുടെ സ്കാനിൽ തന്നെ ചില കാർഡിയാക് ലീഷൻസ് ഒക്കെ, ഹാർട്ടിന് പ്രശ്നങ്ങളുള്ള കുട്ടികളാണ് ഡയഗ്നോസ് ചെയ്യും. ഈ കുട്ടികൾക്ക് ചിലപ്പോൾ ജനിച്ച ഉടനെ ഒരു സർജറിയിലോട്ട് പോകേണ്ടി വരും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഈ മെനിങ്കോസീൽ എന്നൊക്കെ പറയും, നമ്മളെ കഴുത്തിൻ്റെ ബാക്കിൽ വരുന്ന ചെറിയൊരു മുഴ പോലെയുള്ള നമ്മളെ സ്പൈനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു എമർജൻസി സർജറി
ലോട്ടോ അല്ലെങ്കിൽ ഒരു ഏർലി പീരീഡിൽ സർജറിയിലോട്ട് പോകുന്ന സിറ്റുവേഷൻ, അങ്ങനത്തെ കുട്ടികൾക്ക് അതിനോട് സൗകര്യമുള്ള സ്ഥലങ്ങൾ, അതായത് ഇപ്പോൾ കാർഡിയാക് സർജറിക്ക് സൗകര്യമുള്ള സ്ഥലം, അല്ലെങ്കിൽ ഇതേപോലെ ന്യൂറോ സർജറി വിഭാഗമുള്ള സ്ഥലം, അങ്ങനത്തെ കുട്ടികൾ അവിടെ ഡെലിവറിയാണ് കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെലിവറി കഴിഞ്ഞ ഉടനെ ഈ കുട്ടീനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അത് ഒഴിവാക്കാൻ പറ്റും. ഏത് സമയത്താണ് നമ്മൾ കുഞ്ഞ് പ്രീ ടേം ആണെന്ന് പറയുന്നത്? ഏതൊക്കെ അവസരങ്ങളിലാണ് ഒരു കുഞ്ഞിനെ നമ്മൾ NICUലേക്ക് മാറ്റുന്നത്? അതേപ്പറ്റി ഒന്ന് പറയാം. നമ്മൾ എനി ബേബി ഒരു 37 ആഴ്ച തികയാതെ പ്രസവിക്കുന്ന എല്ലാ കുട്ടികളും പ്രീ ടേം കുട്ടികളാണ്. പിന്നെ അതിൻ്റെ തരങ്ങൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ഓരോ ആഴ്ച പുറകോട്ട് വരുന്നതും നമ്മൾ ഈ ബേബിക്ക് റിസ്കുകൾ, ലൈഫിൽ ആ കുട്ടിക്ക് ഇനീഷ്യൽ പീരീഡ് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ 34 ആഴ്ചക്ക് ജനിക്കുന്ന കുട്ടിയും 26 ആഴ്ചക്ക് ജനിക്കുന്ന കുട്ടികളും ഡിഫറെൻ്റ് ആണ്. അപ്പം 26 ആഴ്ച ജനിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി എന്തായാലും ഫസ്റ്റ് ഡയറക്റ്റ്ലി ഐസിലോട്ട് പോകും. 34 വീക്സ് ജനിക്കുന്ന കുട്ടി ഇവൻ ദോ ഐസിലോട്ട് വന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ 1-2 ദിവസമോ ചിലപ്പോൾ ഐസിയിൽ കിടത്തേണ്ടി വരുള്ളൂ. ഡിപ്പെൻഡ്സ് ഓൺ ബേബിയുടെ കണ്ടീഷൻ അനുസരിച്ച്. പക്ഷേ പ്രിമച്യൂരിറ്റി എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് കുറച്ചൊരു കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ പണ്ടത്തെ പോലെ അല്ല, എല്ലാം ലേറ്റ് ഡെലിവറീസ് ആണ്. ചിലപ്പോൾ നമുക്കൊരു അസിസ്റ്റഡ് ഡെലിവറീസിൻ്റെ, അതായത് ഇപ്പോൾ നമ്മൾ IVF അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പ്രീ ടേം ഡെലിവറീസ് കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രീ ടേം ഡെലിവറീസ് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് സൗകര്യമുള്ള ഹോസ്പിറ്റലുകൾ ഡെലിവറി ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഇറ്റ്സ് ഗുഡ്, നമുക്ക് നല്ല ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞാൽ അമ്മയുടെ വൂമ്പാണ്. അമ്മയുടെ അകത്ത് വെച്ചിട്ട് ബേബിനെ ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും സേഫ്. അപ്പോൾ നമ്മളൊക്കെ പറയുമ്പോൾ ഒരു 26 വീക്സ് ഡെലിവറി എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ആ സമയത്ത് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടി വന്നേക്കാം. ചിലപ്പം ഓൾറെഡി ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ലേബർ ഓൺസെറ്റ് ആയിട്ടുണ്ടാവും, ബേബി എന്തായാലും പുറത്തു വരും. അല്ലെങ്കിൽ മദറിൻ്റെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കാരണം, അല്ലെങ്കിൽ ബേബി അകത്തിരുന്നാൽ ബേബി കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും ദാൻ കമ്മിങ് ഔട്ട് എന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇപ്പം ഡെലിവറി ചെയ്യേണ്ടി വന്നേക്കാം. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ഒരു സൗകര്യമില്ലാത്ത, ഒരു ICU സൗകര്യമില്ലാത്ത സ്ഥലത്ത് ബേബിനെ ഡെലിവറി ചെയ്ത് ഈ കുട്ടീനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു റിസ്കിനെക്കാട്ടും കൂടുതൽ ഈ അമ്മയും മദറിനെയും ഒരുമിച്ച് ആ ഒരു സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്ത് അവിടെ ഡെലിവറി ആക്കാമെന്നാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ. ഡോക്ടർ, ഈ കുഞ്ഞിനെ NICUലേക്ക് മാറ്റിയാൽ ഈ അമ്മമാർക്ക് ഉറപ്പായിട്ടും ടെൻഷൻ ഉണ്ടാവും, എൻ്റെ കുഞ്ഞ് വേറൊരു സ്ഥലത്താണ് എന്നുള്ളത്. അപ്പോൾ ആ കുഞ്ഞിന് ശരിക്കുള്ള പ്രോപ്പർ ന്യൂട്രീഷൻ അതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? അഗെയിൻ നമ്മൾ ഇതൊരു ജസ്റ്റേഷൻ വെച്ച്, അതായത് എത്ര ഏജിലാണ് ബേബി ജനിച്ചിരിക്കുന്നത് അനുസരിച്ച്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 34 ആഴ്ചയിൽ ജനിച്ച കുട്ടിയാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുട്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്നില്ല. മേ ബി ചെറിയ ശ്വാസം മുട്ടലുണ്ടാവും, 1-2 ദിവസം കൊണ്ട് സെറ്റിൽ ആവും. ചിലപ്പോൾ ഷുഗർ കുറഞ്ഞ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ 2-3 ദിവസം ഫ്ലൂയിഡ് കൊടുത്താൽ ശരിയാവും. പിന്നെ ചിലപ്പോൾ ചെറിയ ഇൻഫെക്ഷൻ മേ ബി ഒരു 3-4 ഡേയ്സിൻ്റെ ഇഷ്യൂവിൽ മോസ്റ്റ്ലി ദേ വിൽ ഗെറ്റ് ബെറ്റർ. പക്ഷേ ഇതൊരു 26 വീക്സ് കുട്ടിയാണെങ്കിൽ ബേബിക്ക് ചിലപ്പോൾ നമുക്ക് 600 ഗ്രാമോ 700 ഗ്രാമോ വെയിറ്റ് ആകെ ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ കുട്ടികൾ ICUവിൽ ഒരു ലോങ് ടേം, അതായത് 2-2.5-3 മാസം ICUവിൽ നിൽക്കേണ്ട കുട്ടികളാണ്. നമുക്കിപ്പോൾ ഒരു ദിവസം ICU കിടക്കുക, അല്ലെങ്കിൽ 5 ദിവസം ICU കിടക്കാന്ന് പറയുമ്പോൾ, ഒരു അഡൽറ്റ് കിടക്കാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്. അപ്പോൾ ഈ മദേഴ്സിനോട് അല്ലെങ്കിൽ ആ ഒരു ഫാമിലിനോട് നമ്മൾ ഫസ്റ്റ് പറയുന്നത്, നമ്മൾ ഇത്രയും ദിവസം ICUവിലായിരിക്കും, 2 ആഴ്ച അല്ലെങ്കിൽ 2 മാസം ICUവിലായിരിക്കും എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ് ഒബ്വിയസ്ലി. പിന്നെ അവർ അടുത്തൊരു പ്രോബ്ലം, ഞാൻ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ ബേബിക്ക് ഇത് വന്നിട്ടുള്ളത്. ഞാൻ എപ്പോഴും പ്രീ ടേം മദേഴ്സിൻ്റെ അടുത്ത് കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരു എൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണ് പ്രീ ടേം ആയി പോയത്. മോസ്റ്റ്ലി അല്ല, ദേ ഹാവ് ഡൺ ദെയർ ബെസ്റ്റ്. അപ്പം നമ്മൾ മെഡിക്കൽ സയൻസ് ഒക്കെ മാക്സിമത്തിലാണ് ഇപ്പോൾ. അപ്പോൾ ഒരു പ്രീ ടേം ബേബിനെ നേരത്തെ ഡെലിവറി ചെയ്യിപ്പിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സിംഗിൾ ഒബ്സർവേഷൻ എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കില്ല മോസ്റ്റ്ലി. അപ്പം അവരെന്തായാലും എൻറ്റോളജിസ്റ്റിനോട് ഡിസ്കസ് ചെയ്യും, മേ ബി ഒരു ഫീറ്റൽ മെഡിസിൻ ഡോക്ടറെ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ഒരു കമ്പൈൻഡ് ആയിട്ട് ബേബി ഇനി അകത്തിരുന്നാൽ ബേബി കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള സിറ്റുവേഷനിലാണ് ഈ കുട്ടിനെ ഡെലിവറി ചെയ്യുന്നത്. അപ്പം അത് അവർ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത് അവർ ആങ്സൈറ്റി ഒഴിവാക്കാൻ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, വീൽ കീപ്പ് അവർ ICUs ഓപ്പൺ. ഫാദർ മദർ 24/7 ക്യാൻ കം ഇൻ ICU ആൻഡ് സീ ദ ബേബി. അപ്പം ബേബി പല റെസിസ്റ്റൻസ്, ഇപ്പോൾ നമ്മൾ ഇനീഷ്യൽ ഡേയ്സിൽ ബേബി സിക്കായിരിക്കും, വെന്റിലേറ്ററിലായിരിക്കും, കുറേ വയസ്സും ലൈൻസ് ഒക്കെ ഉണ്ടാവും, പൂക്കളുടെ ട്യൂബ് ഉണ്ടാവും, ചിലപ്പോൾ വായിലൂടെ നമ്മൾ ട്യൂബ് ഇട്ട് വെച്ചിട്ടുണ്ടാവും, പിന്നെ വായിൽ വേറെ ട്യൂബ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി കാണുമ്പോൾ മദേഴ്സിന് ഒബ്വിയസ്ലി, ഇപ്പം ചെറിയ കുഞ്ഞന്നെ ചെറുതാണ്, ആ 600 ഗ്രാം കുട്ടിയെ നമുക്ക് ആലോചിക്കാം, ഇത്രയും ചെറിയ കുട്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ കുട്ടീൻ്റെ മുകളിൽ ഇത്രയും വയസ്സെല്ലാം കാണുമ്പോൾ ഇവർ സ്ട്രെസ്ഡ്. അപ്പോൾ നമ്മൾ ഇനിഷ്യലി വിൽ ഗിവ് ദം കൗൺസിലിംഗ്, ബേബിക്ക് ഇന്ന സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇന്നതുണ്ട്. മോസ്റ്റ്ലി അവർ ഫസ്റ്റ് കമ്മിൻ ചെയ്യുന്ന സമയത്ത് വി ട്രൈ ടു ബി ദർ ഇൻ പേഴ്സൺ. നമ്മളവിടെ നമ്മളും കൂടി നിന്നിട്ട് അവർക്ക് ഓരോന്ന് എന്താണ്, ബേബിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, ബേബി ബ്രീത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്, മോണിറ്റേഴ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് ഇതിങ്ങനെ ഇരിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഇതാക്കണ്ട ഇത്. പിന്നെ നമ്മൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ഏജിൽ ഇത് നോർമലാണ്. 26 ആഴ്ച ജനിക്കുന്ന കുട്ടി 1-ാം ദിവസം വെന്റിലേറ്റർ എന്നുള്ളത് നോർമലാണ്. നമ്മൾ ആ കുട്ടീനെ നമ്മൾ ഒരിക്കലും ഒരു 38 ആഴ്ച ജനിക്കുന്ന കുട്ടീനെ വരി കമ്പയർ ചെയ്തിട്ട് എൻ്റെ കുട്ടി വെന്റിലേറ്ററും ആ കുട്ടി നോർമൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ലങ്സിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ നമ്മൾ പറയാം 24 വീക്സിലൊക്കെയാണ്, 20-24 വീക്സാണ് സ്റ്റാർട്ട് ചെയ്യുക. 26 ആഴ്ചയിൽ പുറത്ത് 4 ആഴ്ചയുടെ വളർച്ചയെ ലങ്സിനുള്ളൂ, ബാക്കി ഇനി വളർന്നു വരണം. അപ്പോൾ അത് നമ്മൾ പുറത്ത് എത്തി വെന്റിലേറ്ററിൽ വെച്ച് ബേബിനെ ബ്രീത്തിങ്ങിൽ സപ്പോർട്ട് ചെയ്ത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ
ഒരു കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഒരു ഹൈ ഇൻറ്റൻസ് പ്രോബ്ലം ആണ്. ഒരു പ്രീ ടേം ബേബി വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വെരി സ്മോൾ ബേബീസ് പറഞ്ഞാൽ ആ ഒരു ICU തന്നെ ഒരു സ്ട്രെസ്സാണ്. അപ്പം മദർ സൈഡ് നമ്മൾ പറഞ്ഞു അതേപോലെ സ്ട്രെസ്സാണ് ഹെൽത്ത് കെയർ ടീമിൻ്റെ സൈഡിലും സ്റ്റാഫിനാണെങ്കിലും ഡോക്ടേഴ്സിനാണെങ്കിലും ആ ഒരു ബേബി ഒന്ന് ആ ഒരു സപ്പോർട്ടിന് ഔട്ടായി ഒന്ന് സ്റ്റേബിൾ ആവുന്നവരെ എല്ലാവർക്കും സ്ട്രെസ്സിലാണ്. ഈ ബേബിനെ രക്ഷിച്ച് കൊടുക്കുക എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റിൽ മദേഴ്സ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ സപ്പോർട്ട്സ് എല്ലാം കുറഞ്ഞു കഴിയുമ്പോൾ ദെൻ ദേ ഗെറ്റ് യൂസ് ടു ഇറ്റ്. ഇത് നോർമൽസിയാണ്, ഇത് ഓക്കെ ആണ്. ദെൻ ഇറ്റ്സ് എ ലോങ് റിലേഷൻഷിപ്പ്. വിത്ത് 2 months 3 months ICUവിൽ നിൽക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അത് ലോങ് റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ സ്റ്റാഫിനായിട്ടാണെങ്കിലും ഡോക്ടേഴ്സിനായിട്ടാണെങ്കിലൊക്കെ ദേ വിൽ ബി വെരി ക്ലോസ് ബൈ ദ ടൈം ദേ ഗെറ്റ് ഡിസ്ചാർജ്. അപ്പോൾ ഇടയ്ക്ക് മദേഴ്സ് വരെ ഇപ്പോൾ എൻ്റെ ബേബി കിടന്ന ബെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 2 months വരെ ബെഡ് കിടന്നില്ല. അപ്പോൾ ദേ വിൽ കം എവറി ഇയർ മോസ്റ്റ് ഓഫ് ദം വിൽ കം. ഇപ്പം നമ്മളൊക്കെ എക്സ്പീരിയൻസിൽ ഒരു 600 gram 700 gram ഒക്കെ രക്ഷപ്പെട്ട് പോയിട്ടുള്ള കുട്ടികളൊക്കെ എല്ലാ മാസവും എല്ലാ കൊല്ലത്തിലും അവർ ബർത്ത്ഡേ സമയത്ത് അല്ലെങ്കിൽ ആഫ്റ്റർ ബർത്ത്ഡേ ദേ വിൽ കം ടു വിസിറ്റ്. സോ ഇറ്റ്സ് ലൈക്ക് ബ്ലെസ്സിംഗ് ആണ് അത് കാണുന്നത് ആക്ച്വലി. ഡോക്ടർ, ഞാനൊരു പീഡിയാട്രീഷ്യനോട് സംസാരിക്കുമ്പോൾ മാം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, കുഞ്ഞ് ജനിച്ച ഉടനെ റെഡിയാണ് പാല് കുടിക്കുക എന്നുള്ളത്. പക്ഷേ അതേ സമയം ഞാൻ എൻ്റെ ഒരു സമ്പ്രദായക്കാരിൽ നിന്നൊക്കെ ചില മോംസ് ഗിൽറ്റ് കേൾക്കാറുണ്ട്. ഞാൻ C-section ആയിരുന്നു, ഞാൻ മയങ്ങിപ്പോയി, ഒരു 3 hours കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയതെന്നൊക്കെ. ആദ്യത്തെ മണിക്കൂറുകളിലെ ഫീഡിങ് അല്ലെങ്കിൽ ആദ്യത്തെ മണിക്കൂറുകൾ പോട്ടെ, ഫീഡിങ് എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എല്ലാം എനിക്കൊന്നത് കുറച്ച് മുമ്പായിരിക്കും C-section ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ടൈം എടുത്തിട്ടുള്ള. ഇപ്പോഴൊക്കെ നമ്മളൊരു C-section ആണെങ്കിലും വിത്തിൻ 1 hour മദർ ഒന്ന് സെഡേഷൻ ഔട്ടായി കഴിഞ്ഞാൽ ICUവിൽ കൊണ്ടുപോയിട്ട് തന്നെ ഫീഡ് ചെയ്യും. ബേബിക്ക് അതർവൈസ് ഓക്കെ ആണ്, വേറെ ഇഷ്യൂസ് ഇല്ല, ശ്വാസം മുട്ടലില്ല, ഷുഗർ ഓക്കെ ആണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നോർമൽ ബേബി ആണെങ്കിൽ നമ്മൾ ICUവിൽ കൊണ്ടുപോയിട്ട് പോലും ബേബി മദറിനെ ഫീഡ് ചെയ്യും. നോർമൽ ഡെലിവറി ആണെങ്കിൽ സൂൺ ആഫ്റ്റർ ബർത്ത് വിത്തിൻ 30 minutes, അതാണ് ഗൈഡ് ലൈൻസ് പറയുന്നത്. വിത്തിൻ 30 minutes നോർമൽ ഡെലിവറി വിത്തിൻ 30 minutes നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യണം. ഈ സിസേറിയൻ ആണെങ്കിൽ ഇൻ എൻ അവർ ഫസ്റ്റ് 1 hourനകത്ത് സ്റ്റാർട്ട് ചെയ്യും. ബേസിക്കലി മദർ ആ സെഡേഷൻ വിടാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രൊസീജിയർ ബേബി പുറത്ത് വന്ന് കഴിഞ്ഞിട്ടും സർജറി വിൽ ബി ഗോയിങ് ഓൺ. അപ്പം അത് കഴിഞ്ഞൊരു 10 minutes 15 minutes കഴിയുമ്പോഴേക്കും അമ്മയുടെ സർജറി കഴിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ സെഡേഷൻ ഔട്ട് ആവാനുള്ള സമയം മദറിനൊന്ന് OT ഒന്ന് മറ്റേ ICUവിലോട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയം, ആ ഒരു സമയത്ത് കഴിഞ്ഞ ഉടനെ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ആക്ച്വലി. അതുപോലെ നമ്മൾ ഈ മത്സര പരീക്ഷകൾക്കൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അമ്മയുടെ ആദ്യത്തെ മിൽക്ക് മഞ്ഞ നിറമുള്ള കൊളസ്ട്രോൾ എന്നുള്ളത്. അത് വളരെ ആരോഗ്യകരമാണെന്നും കേട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ബേസിക്കലി നമ്മൾ ഫസ്റ്റ് വാക്സിൻ എന്നാണ് പറയുന്നത്. യെല്ലോ മിൽക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഇസ് ഫസ്റ്റ് വാക്സിൻ. അതിനകത്ത് ഇറ്റ്സ് എ നല്ല ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള നന്നായിട്ട് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള ഘടകങ്ങളുള്ള മിൽക്കാണ്. അപ്പോൾ അതൊരിക്കലും ബേബിക്ക് മിസ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രീ ടൈം ബേബീസ് ആണെങ്കിൽ പോലും ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ 26 weeks ബേബീസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അവരുടെ അടുത്ത് പോലും നമ്മൾ മദറിൻ്റെ അടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഈ ട്രൈ മിൽക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് കിട്ടുമോ നോക്കും. ഈ ഇപ്പോൾ ചിലപ്പോൾ 1 milli അല്ലെങ്കിൽ 1/2 milli ഒക്കെയാണ് കിട്ടുക ഈ ഒരു യെല്ലോ മിൽക്ക് പറഞ്ഞത്. സോ വിൽ ജസ്റ്റ് ഡു ബക്കൽ വായിൽ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ബേബിക്ക് അത് ഇറക്കാനുള്ളതൊന്നും ഉണ്ടാവില്ല, അപ്ലൈ ചെയ്ത് കൊടുക്കും. സോ വാട്ട് എവർ ബെനിഫിറ്റ് ഇറ്റ് ഈസ് ഗെറ്റിംഗ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു വാക്സിൻ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണോ അത്രയും ഇമ്പോർട്ടൻ്റ്ലി ബേബിക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഇത് ഇമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരുപാട് ഇൻഫെക്ഷൻ പ്രിവെന്റ്, ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ. ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരുപാട് ആന്റിബോഡീസ് ആണെങ്കിലും അതുപോലത്തെ ഘടകങ്ങളാണെങ്കിലും അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു കൊളസ്ട്രോൾ എന്നുള്ള സാധനം. അപ്പം ബേസിക്കലി കൊളസ്ട്രോൾ മാത്രമല്ല ഈവൻ ബ്രസ്റ്റ് മിൽക്ക്. ഇപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന 6 മാസം അമ്മയുടെ പാല് മാത്രം കുടിക്കുന്ന കുട്ടിയും പൊടിപ്പാൽ മാത്രം കുടിക്കുന്ന ഒരു കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ പാല് മാത്രം കുടിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ഉള്ള ഘടകങ്ങൾ വെച്ചാൽ ബയോളജിക്കൽസ് ഒക്കെ അമ്മയുടെ പാല് ത്രൂ കിട്ടും. പക്ഷെ പൊടിപ്പാൽ അതൊരിക്കലും ഉണ്ടാവില്ല. ഡോക്ടർ, അതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചെവി കേൾവിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായി. അപ്പോൾ എൻ്റെ അന്ന് ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു അടുത്ത് വന്നിട്ട് ഇത് നോർമൽ അവസ്ഥയാണ്, പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഹോസ്പിറ്റലിൽ വിടുന്നതിന് മുന്നേ കുഞ്ഞിനെ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യാറുള്ളത്, അതിൽ എന്തൊക്കെ ആശങ്കപ്പെടേണ്ടതുണ്ട്? നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഒരു ബേബി ഡെലിവറി ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബേബിയുടെ ട്രാൻസിഷൻ എങ്ങനെയാണ്. ഈ ബ്രീത്തിങ് ട്രാൻസിഷനാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ബേബി നോർമലി ആണോ ബ്രീത്ത് ചെയ്യുന്നത്? അപ്പം നോർമലി ക്രൈ ചെയ്ത് വന്നിട്ടുള്ള കുട്ടി, അതായത് വിഗ്രസ് ആയിട്ട് വന്നിട്ടുള്ള കുട്ടി നോർമലി ബ്രീത്ത് ചെയ്യുന്നു, ശ്വാസം മുട്ടലൊന്നുമില്ല എന്നുള്ള കുട്ടി നമ്മൾ ഒരിക്കലും ICU വെക്കേണ്ട ആവശ്യമില്ല, മദർ സൈഡ് കൊടുക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർ നെക്സ്റ്റ് തന്നെ ഫീഡ് സ്റ്റാർട്ട് ചെയ്യണം. സക്കിങ് എങ്ങനെയാണ് എന്താണ്. അപ്പം ഒരു നോർമൽ കുട്ടികളാണെങ്കിൽ നമുക്ക് എവറി 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ അമ്മയുടെ, അപ്പം കുട്ടികളിപ്പോൾ ഇനീഷ്യൽ ഡേയ്സിലൊന്നും എണിച്ച് പാല് കുടിക്കാൻ വേണ്ടി കരയുന്ന സിറ്റുവേഷൻ ഒന്നും ഇപ്പോൾ 1ാമത്തെ 2ാമത്തെ ദിവസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരെ നമ്മൾ വിളിച്ചുണർത്തി പാല് കുടിപ്പിക്കേണ്ടി വരുന്ന ഇനീഷ്യൽ ഡേയ്സിൽ. അപ്പോൾ അത് ഫീഡിങ്, അപ്പം ബേബി സക്കിയനുസരിച്ചാണ് അമ്മയ്ക്ക് പാല് വരും ചെയ്യാം. ബേബി തീരെ സക്കിയിപ്പിക്കുന്ന ബേബി ഉണർന്നിട്ട് പാല് കുടിപ്പിക്കാൻ ഇതൊരു ഇതാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും പറയും അമ്മ ബേബിക്ക് വേണ്ട സമയത്ത് ബേബി എണിച്ച് പാല് കുടിച്ചോളും. അതൊരു സൈഡിലുണ്ട്, അത് കറക്റ്റാണ്. പക്ഷെ ടൈം പീരീഡ് വ്യത്യാസമുണ്ട്. ഇനീഷ്യൽ ഡേയ്സിൽ അതില്ല. ഇനീഷ്യൽ ഡേയ്സിൽ നമുക്ക് ബേബിനെ വിളിച്ചുണർത്തി പാല് കൊടുക്കേണ്ടി വന്നേക്കാം.
നേരെ മറിച്ച് ഒരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് കഴിഞ്ഞു, ബേബി നന്നായിട്ട് ബ്രസ്റ്റിൽ അറ്റാച്ച് ചെയ്തു, നന്നായിട്ട് സക്ക് ചെയ്ത് തുടങ്ങി, മിൽക്ക് നന്നായിട്ട് പ്രൊഡക്ഷൻ ഉള്ള ഒരു ബേബിനെ നമ്മൾ വിളിച്ചോണ്ടി പാൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം പീപ്പിൾ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇത് രണ്ടും കേൾക്കും. ഒരു ഡോക്ടറെ വിളിച്ചോണ്ട് മൂത്ത കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞല്ലോ, ഈ കുട്ടിക്ക് അങ്ങനെ പറയും. അപ്പോൾ 4 മണിക്കൂർ 5 മണിക്കൂർ പാൽ കൊടുക്കാത്ത സിറ്റുവേഷൻ വരുമ്പോൾ കുട്ടിയുടെ ഷുഗർ കുറഞ്ഞു പോകും, അങ്ങനത്തെ ഇഷ്യൂസ് വരും. അപ്പോൾ അതൊന്ന് മോണിറ്റർ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ റെഗുലർ ആയിട്ട് സ്ക്രീനിങ് ചെയ്യുന്ന തൈറോയിഡിന് ടെസ്റ്റ്, ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ പൊക്കിൾ കൂടി തന്നെ ആ ഒരു ടെസ്റ്റ് ചെയ്യും. നമ്മൾ ഒരു യൂണിവേഴ്സലായിട്ട് കൺജെന്റൽ ഹൈപ്പോതൈറോയിഡ് തൈറോയിഡ് ടെസ്റ്റിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിന് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. തൈറോയിഡ് ലെവൽസ് കുറവാണെങ്കിൽ സിംറ്റംസ് ഉണ്ടാവില്ല. കുട്ടികൾക്ക് ഒരു 5-6 മാസം അല്ലെങ്കിൽ 1 വയസ്സൊക്കെ ആകുമ്പോഴേക്കാണ് ചെറിയ എന്തെങ്കിലും സിംറ്റംസ് വന്നു തുടങ്ങും. പക്ഷേ ഈ ഒരു ഹോർമോൺ ബേബിയുടെ ബ്രെയിൻ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനാണ്. അപ്പോൾ ഒരു 3 മന്ത്സോ അല്ലെങ്കിൽ 6 മാസമോ ഈ ഹോർമോൺ കുറവുള്ള വളർന്ന കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ മെന്റൽ റിട്ടാർഡേഷൻ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ യൂണിവേഴ്സൽ സ്ക്രീനിങ് ആണ്. നമ്മളെ ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും, കേരളത്തിലേക്ക് എന്തായാലും നടക്കുന്നത്, എല്ലാ കുട്ടികളും ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ യൂണിവേഴ്സൽ ഹിയറിംഗ് സ്ക്രീനിങ്. അപ്പം പലപ്പോഴും OAE ടെസ്റ്റ് ആണ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ABR ടെസ്റ്റ്, ഈ 2 ടെസ്റ്റുകളാണ് യൂഷ്വലി ചെയ്യുക. അതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ്. അപ്പം ചില സമയങ്ങളിൽ നിങ്ങൾ പറഞ്ഞ പോലെ കിട്ടിക്കോണം നിർബന്ധമില്ല. അപ്പം കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ്, പ്രോപ്പർലി നോർമലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ അതിന് റിസ്ക് ഒന്നുമില്ല. ബേബി ഇനി അത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല ഇപ്പൊ കിട്ടിയിട്ടില്ലേ, പല കാരണങ്ങളാകും. ബേബിയുടെ ചെവി ആ സമയത്ത് ബേബി കോപ്പറേറ്റ് ചെയ്തില്ല, ബേബി കരഞ്ഞു, കിട്ടില്ല, അല്ലെങ്കിൽ ബേബി ലൈക്ക് ചെവിയിൽ ചെറിയ എന്തെങ്കിലും ഫ്ലൂയിഡ് എന്തെങ്കിലും ഉണ്ട്, അത് കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ വി വിൽ റിപ്പീറ്റ് ഇറ്റ് 2 വീക്സ് കഴിഞ്ഞ സമയത്ത് ഒന്ന് റിപ്പീറ്റ് ചെയ്തു. എന്നിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ ആക്ച്വലി അപ്പോഴും നമ്മൾ ആക്ച്വലി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ദെൻ ഒരു ഡെഫിനറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്, പെറ എന്ന് പറയുന്നത്, PERA പെറ. ഈ ഡെഫിനറ്റീവ് ടെസ്റ്റ് ചെയ്തിട്ടും അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആക്ച്വലി നടക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പറയാം, ഫസ്റ്റ് 1 മന്ത് ആകുമ്പോഴേക്ക് സ്ക്രീൻ ചെയ്യണം കുട്ടികളെ, 2 മന്ത്സ് ആകുമ്പോഴേക്ക് ഡയഗ്നോസ് ചെയ്യണം, 3 മന്ത്സ് ആകുമ്പോഴേക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇഫ് അറ്റ് ഓൾ സംതിങ് ഇസ് 1, 2, 3 റൂൾ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ഏർലി ആയിട്ട് ഹിയറിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഡെവലപ്മെന്റ് സൈഡിൽ ഹിയറിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ആ ഒരു ഹിയറിംഗിലാണ് ഇവർക്ക് പുറത്തുനിന്ന് കിട്ടുന്ന എക്സ്റ്റേണൽ സ്റ്റിമുലസ് കിട്ടുന്നത്. ആ സ്റ്റിമുലസ് ആണ് ഇവരെ ഓരോ ഡെവലപ്മെന്റ് അറ്റൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, എസ്പെഷ്യലി ലാംഗ്വേജ്. അപ്പം ആ സ്റ്റിമുലസ് ഇല്ലാതിരുന്ന പലപ്പോഴും ഇത് കണ്ടുപിടിക്കപ്പോഴാച്ചാൽ 1 വയസ്സായിട്ട് കുട്ടി ഒന്നും സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ 2 വയസ്സായിട്ട് സംസാരിക്കുന്നില്ല. അപ്പോൾ റിട്രോസ്പെക്റ്റീവ്ലി പോയി നോക്കുന്ന സമയത്തായിരിക്കും ഒന്നുകിൽ ഇത് മിസ് ചെയ്തിട്ടുണ്ടാവും, 2 വീക്സ് കഴിഞ്ഞ് വരാൻ പറഞ്ഞത് മിസ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ ടെസ്റ്റോട് പോയിട്ടുണ്ടാവില്ല. പിന്നെ 1 വയസ്സായപ്പോൾ സംസാരം തുടങ്ങാത്തപ്പോൾ പറയും നമ്മൾ ഫാമിലിയിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ലേറ്റ് ആയിട്ടാണ് സംസാരിച്ചു തുടങ്ങുക. അപ്പോൾ അത് മിസ് ചെയ്ത് പോയി. പിന്നെ 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കാണ് ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ പിന്നെ നമുക്കുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും വളരെ പരിമിതമാണ്. ഡോക്ടർ, അതുപോലെ ഈ വിഷനെ കുറിച്ച് കൂടി ഒന്ന് ചോദിച്ചോട്ടെ. നമ്മൾ കേൾവിയെ കുറിച്ച് പറഞ്ഞു, നമ്മൾ കേട്ടിട്ടുണ്ട് ചെറിയ വാവകൾക്ക് ബ്ലഡ് വിഷൻ ആണെന്ന് കേട്ടിട്ടുണ്ട്, അല്ല അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റേ കാണുന്നുള്ളൂ എന്ന് പറയാറുണ്ട്. എന്താണ് വിഷനെ സംബന്ധിച്ച്? ഇനീഷ്യൽ ഡേയ്സിൽ വിഷൻ ആയിട്ടൊന്നും ഉണ്ടാവില്ല. ബേബീസ് ദേ വോണ്ട് സീ മച്ച്. ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻസ് ഒക്കെ വരും. ഒരു ചില നിഴലുകളൊക്കെ ഒരു 1-1.5 മാസമൊക്കെ ആകുമ്പോഴേക്കും വലിയ നിഴലുകളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ സ്ക്രീൻ, ഒരാൾ നടന്നു പോകുമ്പോഴേക്കും അവരിങ്ങനെ നോക്കണം. അപ്പോൾ കുട്ടികളിലേക്ക് നമ്മൾ നമ്മളെ നോക്കണം, നേഴികളെ നോക്കണം. പക്ഷെ മദറിനെ മനസ്സിലാവും എന്ന് ഇവർ പറയും. അത് മോസ്റ്റ്ലി സ്മെല്ലാണ്, മിൽക്കിന്റെ സ്മെല്ല് വെച്ചിട്ടാണ് മദറിനെ മനസ്സിലാക്കുക. ആക്ച്വൽ വിഷൻ വരിക, അല്ലെങ്കിൽ നമ്മളൊരു മദറിന്റെ ഫേസ് ആണ് കുട്ടികൾ ഫസ്റ്റ് മനസ്സിലാക്കുക, അത് 3 മന്ത്സ് ആവും. അപ്പോഴേക്കൊക്കെ സ്ലോലി കളർ വിഷൻസ് ഒക്കെ വന്ന് തുടങ്ങും. അതുവരെ കുട്ടികൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇനീഷ്യൽ മന്ത്സിൽ ഒന്നുമില്ല. ഇപ്പോൾ ലൈറ്റിനൊക്കെ റെസ്പോണ്ട് ചെയ്യും, ഒരു ലൈറ്റ് ഇട്ട് റെസ്പോണ്ട് ചെയ്യും, സൗണ്ടിന് റെസ്പോണ്ട് ചെയ്യും. പിന്നെ കുറച്ചൊരു 1 മന്ത് ഒക്കെ ആകുമ്പോഴേക്ക് കുറച്ച് ചെറുതായിട്ട് ഈ നമ്മൾ നിഴലുകൾക്കൊക്കെ ഇങ്ങനെ ട്രാക്ക് ചെയ്യും. നമ്മൾ നടന്നു പോകും, ബേബി ഇങ്ങനെ ട്രാക്ക് ചെയ്യും. അത് നിഴലിൽ നടന്നുകൊണ്ടതിൻ്റെ ഇതാണ്. 3 മന്ത്സ് കഴിയുമ്പോഴേക്കും അവർക്ക് വിഷൻ വന്നു തുടങ്ങത്തുള്ളൂ. ഡോക്ടർ, അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഹാർട്ടിന് ഹോൾ ഉണ്ടാവുക എന്നുള്ളത് അത്ര പാനിക് ആവേണ്ട അവസ്ഥയല്ല, അതൊരു സാധാരണയായി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ഒരു ഭയം തോന്നുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മൾ ബേബി അകത്തിരിക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ പ്രവർത്തനം ഡിഫറെൻ്റ് ആണ്. രണ്ട് അറകളാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ബാക്കി 2 അറകൾ അത്ര യൂസ് ചെയ്യുന്നില്ല. പുറത്ത് വരുമ്പോൾ നമ്മൾ 4 അറകളും, 4 അറകളാണല്ലോ, 4 അറകളും പ്രോപ്പർലി യൂസ് ചെയ്യും. അപ്പോൾ അകത്തിരിക്കുന്ന സമയത്ത് 2 അറകൾ മാത്രം യൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു ഹോളും അതുപോലെ തന്നെ ഒരു ചെറിയ ട്യൂബും, ഡക്ടസ് ആർട്ടീരിയോസസ് പറയും, ഇത് രണ്ടും നിർബന്ധമായിട്ട് ഉണ്ടാവണം അകത്തിരിക്കുന്ന സമയത്ത്. പുറത്ത് വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഒരു ട്രാൻസിഷനിൽ പെട്ട കാര്യമാണ് ഈ ഒരു ഹോൾ അടഞ്ഞു പോവുക, ഈ ഒരു ഡക്ട് അടഞ്ഞു പോവുക എന്ന് പറഞ്ഞു. ഇത് പല കുട്ടികൾക്കും ജനിക്കുന്ന സമയത്ത് അടഞ്ഞു പോകും. ചില കുട്ടികൾ അടഞ്ഞു പോകാൻ 3 മാസം എടുക്കും, ചില കുട്ടികൾ അടഞ്ഞു 6 മാസം എടുക്കും, ചില കുട്ടികൾ അതിനെക്കാട്ടി കൂടുതൽ എടുക്കും, ഡിപ്പെൻഡിങ് ഓൺ എത്ര ബിഗ് ആണ് അതെന്നുള്ളത്. അപ്പം ഇതാണ് നമ്മൾ ഈ കേൾക്കുന്ന, പലപ്പോഴും നമ്മൾ ഈ ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ ഇടയിൽ കേൾക്കുന്ന ചെറിയ സൗണ്ടാണ് മോമർ എന്ന് പറയുന്നത്. ഈ ഒരു മോമർ കേൾക്കണം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. വിൽ ഡു ഒരു എക്കോ ടെസ്റ്റ് ചെയ്ത് നോക്കും. അത് ബേസിക്കലി അറിയുന്നത് ഈ ഹോൾ ഉണ്ടോ ഇല്ല എന്നല്ല അറിയാനല്ല ബേസിക്കലി നമ്മൾ നോക്കുക. ബേസിക്കലി നമ്മൾ നോക്കുന്നത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സീരിയസ് ആയിട്ടുള്ള ഹാർട്ട് കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടോ. ഇനി ഹോൾ ആണെങ്കിൽ തന്നെ ഹൗ ബിഗ് ഇറ്റ് ഇസ്, എത്ര വലുതാണ്, അടഞ്ഞു പോകുന്ന രീതിക്കുള്ള ഹോളുകളല്ലേ ഉള്ളൂ,
അടഞ്ഞു പോകാത്ത രീതിക്കുള്ള ഹോളുകൾ ഉണ്ടോ, ഇനി ഫെർദർ ഫോളോ അപ്പിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇനീഷ്യൽ ഡേയ്സിലുള്ള എക്കോ ടെസ്റ്റ് പറയുന്നത്. പക്ഷെ മോസ്റ്റ്ലി ഒരു 90-95% ഇങ്ങനത്തെ നമ്മൾ ഈ ഒരു മർമർ കേട്ടിട്ട് കാണുന്ന ഹോളുകൾ നമ്മൾ ഒരു ബിനൈൻ എന്നൊക്കെ പറയാം. ബിനൈൻ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്ത, അതായത് താനെ അടഞ്ഞു പോകുന്ന രീതിക്കുള്ള ഹോളുകളാണ് മോസ്റ്റ്ലി. അപ്പം ഹോള് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏത് ഏജിലാണ് ആ ഹോള് കണ്ടുപിടിച്ചിട്ടുള്ളതെന്നോ ആ ഹോള് പല രീതിക്ക് ഇപ്പോൾ നമ്മൾ താഴ്ത്തറകളുടെ ഇടയ്ക്കുള്ള ഹോളാണോ, മുകളിലത്തെ അറകൾക്ക് ഇടയ്ക്കുള്ള ഹോളുകളാണോ, അതോ നമ്മളെ ഹാർട്ടിനെയും വേറെ ആ ട്യൂബാണോ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്, ഡക്ടസ് ആർട്ടീരിയസ് ആണോ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് കുറച്ചും കൂടി പറയാൻ പറ്റുക. ഇനി ഡോക്ടർ, ഒരു അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിൽ വിടുന്നതിന് മുന്നേ നിർബന്ധമായും എടുത്തിരിക്കേണ്ട വാക്സിനുകളെ പറ്റി കൂടി ഒന്ന് പറയാമോ? നമ്മളിപ്പോൾ ഇനീഷ്യലി നമ്മൾ വാക്സിനേഷൻ പല രീതിക്കാണ്. അറ്റ് ബർത്ത് എടുക്കുന്ന വാക്സിൻ നമ്മൾ 0 ഡോസ് വാക്സിനേഷൻ എന്ന് പറയും. നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത് BCG, ഹെപ്പറ്റൈറ്റിസ് ബി, ഓറൽ പോളിയോ വാക്സിൻ, OPV, ഈ 3 വാക്സിൻസ് ആണ് കൊടുക്കുന്നത്. അത് ഹെപ്പറ്റൈറ്റിസ് ബി ബേബി ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ മോസ്റ്റ്ലി എല്ലാ വാക്സിൻസും 24 മണിക്കൂറിന് ഇടയ്ക്ക് തന്നെ കൊടുക്കും. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് എടുത്തിട്ട് പോകണം. അത് എടുത്തിട്ട് പോകുന്ന ഉറപ്പ് വരുത്തി വാക്സിനേഷൻ ചാർട്ടിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് അത് മാർക്ക് ചെയ്ത് നെക്സ്റ്റ് വാക്സിനേഷൻ്റെ, അതായത് 6 ആഴ്ചയ്ക്കാണ് നെക്സ്റ്റ് വാക്സിൻ, 1.5 മാസമാണ് നെക്സ്റ്റ് വാക്സിനേഷൻ, അതിൻ്റെ ഡേറ്റും എഴുതിയിട്ടാണ് മോസ്റ്റ്ലി നമ്മളെല്ലാ മദേഴ്സിനെ വിടുക. ചില ഏരിയകളിൽ ചില ആൾക്കാർ വാക്സിനേഷൻ എഗെയിൻസ്റ്റ് ഉള്ള സമയത്ത് നമുക്ക് ചിലപ്പം അതെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. പക്ഷേ എന്നാലും നമ്മൾ വീൽ ട്രൈ ടു മാക്സിമം ടെൽ ദം ഈ ഒരു വാക്സിനിൽ തന്നെ ഗുണങ്ങളുണ്ട്, ഇത് എടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ സൈഡിൽ നിന്നുള്ള അഡ്വൈസ് കൊടുക്കും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ചോയ്സ് അവരുടെ ചോയ്സ് ആണ്. ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ സാധാരണ പറയാറുണ്ട് കുഞ്ഞിന് പനി വരുമെന്ന് പറയും, ആ ഭാഗം ഉയർത്താനൊക്കെ കുഞ്ഞ് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയും. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കുഞ്ഞിന് ഈ വാക്സിനേഷൻ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരുന്നുണ്ട്, അത് ഈ പനി ഇതൊക്കെ കാരണം നമ്മൾ നെഗ്ലക്ട് ചെയ്ത് പോകുന്ന അവസ്ഥയുണ്ടോ? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ വാക്സിനേഷൻ യൂഷ്വലി വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആ ലോക്കൽ സൈറ്റിൽ, വാക്സിൻ എടുത്ത സൈറ്റിലുള്ള ചെറിയ ടെമ്പറേച്ചർ, അവിടുത്തെ പെയിന്, അവിടുത്തെ ചെറിയ സ്വെല്ലിങ് നോർമലാണ്. അതിന് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ ഈ തടവി കൊടുക്കുക അങ്ങനത്തെ കുറേ നമ്മൾ നാട്ടിൽ നടത്തുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബേസിക്കലി മാക്സിമം നമുക്ക് ചെയ്യാവുന്ന വെച്ചാൽ ചെറിയൊരു കോൾഡ് കംപ്രസ് കൊടുക്കാം, പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രിപ്പിളിൻ്റെ വാക്സിൻ, നമ്മൾ ട്രിപ്പിൾ വാക്സിൻ ഒക്കെ പണ്ട് DPT-നേക്കാൾ ട്രിപ്പിളിൻ്റെ വാക്സിൻ എടുക്കാം. 6 ആഴ്ച, 1.5 മാസം, 2.5 മാസം, 3.5 മാസം, പിന്നെ 1.5 വയസ്സ്, പിന്നെ 5 വയസ്സ്. ഈ സമയങ്ങളിൽ എടുക്കുന്ന വാക്സിൻസിനാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പെയിനും സ്വെല്ലിങ്ങും ഫീവറും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കുന്ന വെച്ചാൽ ആൻറ്റിബയോട്ടിക്, പാരസെറ്റമോൾ. അതിൻ്റെ കൂടെ നമ്മൾ പറയും ഈ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പനി സംടൈംസ് നമ്മളിപ്പോൾ പറയും നിങ്ങൾ 6 മണിക്കൂർ കൂടുമ്പോൾ പനിയുടെ മരുന്ന് കൊടുത്തോളൂ, മേ ബി ഒരു 1 ഡേ അങ്ങനെ കൊടുത്തോളൂ. സോ ദാറ്റ് ബേബിക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് അത്ര ഉണ്ടാവില്ല. പക്ഷേ ദാറ്റ്സ് എ നോർമൽ തിങ്. പിന്നെ വെരി റെയർലി ആണ് നമുക്ക് ഈ ഒരു വാക്സിൻ സൈറ്റിൽ ചെറിയ ആപ്സസ് മാറി, ഇൻഫെക്ഷൻ മാറി വരും. അപ്പോൾ അവിടെ നല്ല ചുമന്ന് വരും, നല്ല കട്ടിയായിട്ട് വരും, കാല് തീരെ പൊക്കാൻ പറ്റാത്ത, ഈ 2 ദിവസത്തിൻ്റെ മുകളിലോട്ട് അത് നിൽക്കും, 3-4 ദിവസം നിൽക്കും, ബേബിക്ക് ഫീവർ മാറില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വെരി റെയർലി നമുക്ക് കാണാറുണ്ട്. അഡ്രസ് ചെയ്യണം. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഒബിയസ്ലി ഡോക്ടറെ കാണണം, പീഡിയാട്രിഷ്യനെ കാണണം, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റിലോട്ട് മുമ്പോട്ട് പോകും വേണം. ഡോക്ടർ, ഇനി നമ്മൾ അമ്മയും കുഞ്ഞും വീട്ടിലേക്ക് എത്തി, ഈ ഹോസ്പിറ്റലിൽ കണ്ട സിനാരിയോ ഒന്നും ആയിരിക്കില്ല. കുറേ മനുഷ്യരുണ്ടാവും നമ്മളെ ഉപദേശിക്കാൻ, കുറേ അഡ്വൈസസ് ഉണ്ടാവും നമ്മളോട് പറയാനൊക്കെ. എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം, എൻ്റെ ബേബി എനിക്ക് അറിയേണ്ടത് ഈ ബ്രെയിൻ ലിക്വിഡ് ഫോമിലാണെന്നും അത് അധികം അനക്കരുത് എന്നാണ് അന്ന് എനിക്കുണ്ടായിരുന്ന ധാരണ. അപ്പോൾ ഒരു റിലേറ്റീവ് വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ റോക്ക് ചെയ്തു. അടുത്ത വീട്ടിലെ റിലേറ്റീവ് വന്ന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് റോക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ വന്നു, അയ്യോ ആ ഫ്ലൂയിഡ് വെക്കാനും കേട്ടാൽ പ്രശ്നമാവും, പിന്നെ അയ്യോ ചേച്ചി അങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ട് എടുത്തു. അവർ പിന്നെ എൻ്റെ കുറേ കാലം എൻ്റെ കുഞ്ഞിനെ എടുക്കില്ലായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുമാണ് നമുക്ക് ഉണ്ടാവുക. ശരിക്കും കുഞ്ഞിൻ്റെ ബ്രെയിൻ ഏത് ഫോമിലാണ് ഉണ്ടാവുക? നമുക്ക് എത്ര അനക്കാം, എത്ര അനക്കരുത്? കുഞ്ഞിൻ്റെ ബ്രെയിൻ നമ്മളെല്ലാവരും ബ്രെയിനുള്ള പോലെ തന്നെയാണ് ഉണ്ടാവുക, അത് ലിക്വിഡ് ഫോമിലല്ല. ഈ ഒരു ന്യൂ ബോൺ കെയറിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ തബൂസ് നടക്കുന്ന ഒരു ഏരിയ ആണ് ഈ ന്യൂ ബോൺ കെയറിന്റെ കാര്യത്തിൽ. ബേസിക്കലി എനിക്കൊന്ന് നമ്മൾ ഈ ഒരു ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയുന്നത് വെച്ചാൽ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളിലോട്ട് കുറച്ച് നിങ്ങൾ ബുദ്ധി കൂടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ചെയ്യേണ്ട. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഈ എന്യൂമറസ് ആണ്, ഡെയിലി എന്നൊക്കെ നമുക്ക് ഓപ്പിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം ബേസിക്കലി സ്പീക്കിംഗ് കുട്ടീനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, മൈൽഡ് റോക്കിംഗ് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ വല്ലാതെ ആട്ടുന്നത് ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ ദ ബേബി. അത് ആർക്കും നല്ലതല്ല, കുട്ടികൾക്കും മാത്രമല്ല ആർക്കും നല്ലത് വല്ലാതെ ആട്ടുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് റോക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ബേബിനെ എടുക്കുന്നുണ്ടോ, കഴുത്തുറക്കാതെ തന്നെ ഒബ്വിയസ്ലി നമ്മൾ നെക്ക് ഹോൾഡ് ചെയ്തിട്ട് വേണം ബേബിനെ എടുക്കുക. അതുണ്ട്, അല്ലാതെ അങ്ങനെ റോക്ക് ചെയ്യുന്നതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ എല്ലാ കുട്ടികളും 100 കുട്ടികളെ എടുത്ത 99 കുട്ടികളും തൊട്ടിലായിരിക്കും ഉള്ളത്. പക്ഷെ തീരെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്ത ഒരു കാര്യമാണ് ഈ തൊട്ടിൽ കിടത്തുക എന്നുള്ളത്. ബേസിക്കലി കാരണം എന്താ വെച്ചാൽ ഒന്ന് അത് ഒരു തുണിത്തൊട്ടിലാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് കുട്ടിക്ക് നെക്ക് ഹോൾഡ് ചെയ്യാനുള്ള വഴിയൊന്നുമില്ല, അത് എങ്ങോട്ട് തിരിയുന്നു അതനുസരിച്ച് നെക്കും തിരിയും, അതൊന്ന്. പിന്നെ കുട്ടി കമന്നു പോയി കഴിഞ്ഞാൽ മൂക്കിൻ്റെ മുകളിലോട്ട് അമർന്നിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്, അപ്പം ശ്വാസം മുട്ടി പോകാൻ സാധ്യത കൂടുതലാണ്.
ഈ പാല് കുടിക്കുന്ന കുട്ടികൾ 30 വരലും ഛർദ്ദിക്കലും വളരെ കോമൺ ആണ്. ഗ്യാസ് കയറി തട്ടിപ്പം ഈ കുട്ടി അതിനകത്ത് കിടന്ന് ഛർദ്ദിച്ചാൽ തരിപ്പ് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മൾ അറിയാത്ത പ്രശ്നങ്ങൾ വരും. പിന്നെ ഈ കുറച്ചും കൂടി വലിയ കുട്ടികളാണെങ്കിൽ അതുകൊണ്ട് തിരിഞ്ഞ് അതിനകത്ത് മറിഞ്ഞ് താഴെ വീഴാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ പല കാരണങ്ങൾ കാരണം നമ്മൾ ഒരിക്കലും ഒരു തുണിത്തൊട്ടിൽ അല്ലെങ്കിൽ കഴിയുന്നത് അമ്മയുടെ അടുത്ത് കിടത്താനാണ്, അതാണ് ഏറ്റവും നല്ലത്. അത് ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പൊ തൊട്ടിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോപ്പർ വേ കൂടി പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് കുഞ്ഞിനെ ഉറക്കുന്നത്? ബേബി മദറിന്റെ അടുത്ത് കിടത്തുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ നമ്മൾ ഇപ്പോൾ നമ്മൾ തട്ടി കൊടുത്ത് പാല് കൊടുത്ത് കഴിഞ്ഞു നന്നായിട്ട് ബേപ്പ് ചെയ്ത് ഗ്യാസ് എല്ലാം പോയി കംഫർട്ടബിൾ ആയിട്ട് ബേബി നന്നായിട്ട് പൊതിഞ്ഞ്, എസ്പെഷ്യലി നമ്മളൊരു കോൾഡ് ക്ലൈമറ്റ് ആണ് അല്ലെങ്കിൽ AC യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബേബി തണുത്ത് പോകാൻ പാടില്ല. അപ്പോൾ ഹൈപ്പോതെർമിയ അല്ലെങ്കിൽ തണുത്ത് പോകുന്ന സിറ്റുവേഷൻ ആണ് ബേബിക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടീസ് ഇനീഷ്യൽ ഡേയ്സിൽ ഉണ്ടാകും. അപ്പം അത് തണുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം മിറ്റൻസും സോക്സും ക്യാപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കവറൊക്കെ ചെയ്ത് പൊതിഞ്ഞ് പോകാൻ നമ്മൾ അടുത്ത് തന്നെ കിടത്തി ഉറക്കുക. അമ്മയുടെ ചൂട് വെട്ടി കിടക്കാന്നൊക്കെ നമ്മൾ കണ്ടു പറയില്ല. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഡോക്ടർ ഇപ്പോൾ പാല് കൊടുക്കുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് പ്രോപ്പർ വേ ടു ഫീഡ് എന്താണ്? കിടന്ന് പാല് കൊടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ? ഈ ബർപ്പ് ചെയ്യുന്ന ഒരു രീതി അതുകൂടി ഒന്ന് പറയും. കിടന്ന് പാല് കൊടുക്കുന്നത് ആക്ച്വലി നല്ലതല്ല. കിടന്ന് പാല് കൊടുക്കുന്നത് പല നമ്മൾ വാവ പാല് കുടിക്കുമ്പോൾ പാലിന്റെ കൂടെ എന്തായാലും കുറെ എയർ സക്കിങ് ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഈ നമ്മൾ ബേപ്പ് ചെയ്യണം നിർബന്ധമായിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ്സ് നന്നായിട്ട് തോളിലിട്ടിട്ട് ഇങ്ങനെ കിടത്തി വയർ നമ്മൾ ഷോൾഡറിന് കയറ്റി വെച്ച് നന്നായിട്ട് ബേപ്പ് ചെയ്ത് കൊടുക്കും. പുറത്ത് ഇങ്ങനെ തട്ടി കൊടുത്ത് നന്നായിട്ട് ബേപ്പ് ചെയ്യും. ഇനി അതെല്ലാം അങ്ങനെ പേടിയില്ല, ബേബി നമ്മൾ ഇരുത്തിയിട്ടും ചെയ്യാം. നമ്മളിങ്ങനെ ഇരുത്തിയിട്ട് നെക്ക് ഹോൾഡ് ചെയ്ത് നെക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യാം. അപ്പൊ ഇങ്ങനെ പിന്നെ ചില ആൾക്കാർ അവനെ നമ്മൾ കാലിലോട്ട് കമത്തി കിടത്തിയിട്ട് ബേപ്പ് ചെയ്യും. അത് ഓക്കെയാണ്. ബേസിക്കലി നമ്മൾ ബേബിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോൾഡ് ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ ഒരു തപ്പൂര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ബേബി നിർത്താൻ പാടില്ല, ബേബിനെ കമത്തി കിടത്താൻ പാടില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇങ്ങനെ കമത്തി കിടത്തി വയറമർന്ന് കിടക്കുന്ന പോലെ കിടത്തിയിട്ട് തട്ടി കൊടുക്കുന്നതുകൊണ്ട് ഒരു ഇഷ്യൂസും ഇല്ല. അപ്പം നന്നായിട്ട് ബേപ്പ് ചെയ്ത് കളയാം, ഫീഡ് ചെയ്ത് നന്നായിട്ട് ബേപ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന പ്രോബ്ലം ആണ് എപ്പോഴും ഫീഡ് ചെയ്യാം, ഓരോ മണിക്കൂറിലും ഫീഡ് ചെയ്യും. അപ്പം എല്ലാവർക്കും കുട്ടി നല്ലോണം വെയിറ്റ് വേണം, നല്ല ചപ്പിയായിട്ടിരിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് പിന്നെ ഒരു റിലേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ബേബി വെയിറ്റ് വെക്കുന്നില്ലല്ലോ, അതൊരു റെഗുലർ കമന്റ് ആണ്. അപ്പം അതർ ഗെറ്റ് ആങ്ഷ്യസ്. അതെ, ചെറിയ കുട്ടിയാണല്ലോ, ബേബി തീരെ വെയിറ്റ് വെച്ചിട്ടില്ല, വെയിറ്റ് കുറഞ്ഞു പോയോ എന്നീ കമന്റ്സ് റിലേറ്റീവ്സിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ സംബഡി വാസ് കമ്മിങ് ടു സീ ദ ബേബി, ഒബ്വിയസ്ലി അവരെ എന്തെങ്കിലും ഒന്നും പറയേണ്ട ഒരു കമന്റ് ഇതായിരിക്കും മോസ്റ്റ്ലി പറഞ്ഞ കമന്റ്. അപ്പം മദറിന് ആങ്ഷ്യസ് ആയി, മദർ മോർ ഫീഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഓരോ മണിക്കൂർ ഫീഡ് ചെയ്യുമ്പോൾ ഗ്യാസിന്റെ ഇഷ്യൂസ് കൂടും. അപ്പം ആവശ്യമില്ലാതെ പാല് വന്നാൽ കുട്ടി വോമിറ്റ് ചെയ്ത് തുടങ്ങും, ആവശ്യമില്ലാതെ വോമിറ്റ് ചെയ്ത് തുടങ്ങും. ബേസിക്കലി നമ്മൾ പറയുമ്പോൾ പാൽ കൊടുക്കും ഒരു 10 മിനിറ്റ്സ്. അപ്പോൾ നന്നായിട്ട് മിൽക്കുള്ള മദർ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് നന്നായിട്ട് സക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു ബ്രസ്റ്റ് കംപ്ലീറ്റ് എംപ്റ്റി ചെയ്തിട്ട് മാത്രം മറ്റേ ബ്രസ്റ്റിലോട്ട് പോവാം. കാരണം നമുക്ക് ഈ മിൽക്കിന് അല്ലെങ്കിൽ അമ്മയുടെ ബ്രസ്റ്റിലുള്ള പാല് രണ്ടെണ്ണമാണ്, ഫോർ മിൽക്കും ഹൈൻ മിൽക്കും. ഫോർ മിൽക്ക് എപ്പോഴും വാട്ടറി മിൽക്കാണ്, ബേബിയുടെ ദാഹം ശമനിക്കാൻ വേണ്ടിയുള്ള മിൽക്കാണ്. ഹൈൻ മിൽക്ക് എന്ന് പറഞ്ഞാൽ ഫാറ്റ് കണ്ടന്റ് കൂടുതൽ മിൽക്കാണ്, അതിലാണ് ബേബിക്ക് വെയിറ്റ് ഗെയിൻ വരിക. അപ്പം നമ്മൾ എപ്പോഴും ഫോർ മിൽക്ക് മാത്രം കുടിച്ചു കഴിഞ്ഞാൽ ബേബി അല്പം വെയിറ്റ് വെച്ചോണമെന്നില്ല. അതായത് ഈ സൈഡിൽ കുറച്ച് കുടിപ്പിച്ച് പിന്നെ മറ്റേ സൈഡിൽ മാത്രം രണ്ട് സൈഡിൽ ഫോർ മിൽക്ക് മാത്രമേ ബേബി കുടിക്കുള്ളൂ. നേരെ മറിച്ച് നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒരു ബ്രസ്റ്റ് കംപ്ലീറ്റ് എംപ്റ്റി ചെയ്തിട്ടാണ് മറ്റെടുത്ത് പോകുന്നത്. അപ്പോൾ ഈ സൈഡിലെ ഫോർ മിൽക്കും ഹൈൻ മിൽക്കും ബേബി കുടിച്ചതിന് ശേഷമാണ് മറ്റേ സൈഡിലോട്ട് പോകുന്നത്. സോ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ബ്രസ്റ്റ് തന്നെ എംറ്റി ചെയ്യുമ്പോൾ അവർ ഫുൾ ആവും. സോ ദാറ്റ് വി കൻ സ്റ്റോപ്പ് ഇറ്റ്. അത് അടുത്ത ബ്രസ്റ്റിലോട്ട് പോകില്ല, നെക്സ്റ്റ് ഫീഡ് അടുത്ത ബ്രസ്റ്റിൽ കൊടുക്കുക. കാരണം ബേബിയുടെ സക്കാണ് മദറിന് മിൽക്ക് ഉണ്ടാവാനുള്ള, സക്കും എംറ്റിങ് ഓഫ് ദി ബ്രസ്റ്റ്, ഇത് രണ്ടുമാണ് മദറിന് മിൽക്ക് ഉണ്ടാവാനുള്ള ഒരു സ്റ്റിമുലസ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സൈഡിൽ ഒരു ഫീൽഡ് റൈറ്റ് സൈഡ് ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫീൽഡ് ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ എംറ്റി ചെയ്തതിന് ശേഷം അടുത്ത ബ്രസ്റ്റിലോട്ട് പോകാം. ഡോക്ടർ എപ്പോഴും ഫീഡ് ചെയ്യേണ്ട എന്നുള്ളത് സത്യമാണ്. പക്ഷേ എങ്കിൽ നമ്മൾ എങ്ങനെയാണ് അറിയുക കുഞ്ഞിന് വിശക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫീഡ് ചെയ്യാം? അതൊരു ടൈം നമ്മൾ വെക്കുകയാണോ വേണ്ടത്? അത് ഇതിന്റെ ഒരു കാരണം ചിലപ്പോൾ വായിലോട്ട് കൈ കൊണ്ടുമ്പോഴേക്കും എടുത്ത് ഫീഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇനീഷ്യൽ ഡേയ്സിൽ നമ്മൾ ഏർലി ക്യൂസ് ഒക്കെ പറയും, ചെറിയ ഉണർന്ന് വായ തുറന്ന് കൈ ഇങ്ങനെ സഖ്യാൻ ശ്രമിക്കുമ്പോൾ എടുത്ത് ഫീഡ്. ഇനീഷ്യൽ ഡേയ്സിൽ ഇതൊക്കെ കറക്റ്റ് ആണ്, നമുക്ക് ഒരു പറഞ്ഞ every 2 hours ഫീഡ് ചെയ്ത് പോകണം. പക്ഷേ വൺസ് ഫീഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് മദർ നന്നായിട്ട് മിൽക്ക് പ്രൊഡക്ഷൻ വന്നു, ബേബി നന്നായിട്ട് കുടിച്ചു തുടങ്ങി, ബേബി ഫീഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് ബേസിക്കലി നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ജനിച്ച് ഫസ്റ്റ് ഫ്യൂ ഡേയ്സിൽ വെയിറ്റ് ലോസ് ആണ് ഉണ്ടാവുക. ഒരു 7 to 10% ഓഫ് വെയിറ്റ് ലോസ് ഇനീഷ്യൽ വീക്കിൽ, ഫസ്റ്റ് വീക്കിൽ എക്സ്പെക്റ്റഡ് നോർമലാണ്. അത് കഴിയുമ്പോഴേക്കും സ്ലോലി ദേ ഷുഡ് സ്റ്റാർട്ട് ഗെയിനിങ് വെയിറ്റ്. അവിടുന്ന് വെയിറ്റ് ഗെയിൻ ചെയ്ത് വന്ന് ഒരു 10-14 ഡേയ്സ് ആകുമ്പോഴേക്കും തിരിച്ച് അവർ ബർത്ത് വെയിറ്റ് എത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ യൂഷ്വലി ഒരു 2 വീക്സിൽ ഒരു റിവ്യൂവിന് വിളിക്കുന്ന സമയത്ത് ഇഫ് ദ ബേബി ഈസ് ഗെയിൻ ദർ നോർമൽ വെയിറ്റ്, അപ്പം മദറിന് പാലുണ്ട്, ബേബി നന്നായിട്ട് കുടിക്കുന്നുണ്ട്, ഇനി ഇവിടെ സ്ട്രെസ്സിന്റെ ആവശ്യമില്ല. അപ്പോൾ അത് മദറിന് ഒരു ആക്ച്വലി നമ്മൾ ആ ഒരു കോളിൽ മദർ ഭയങ്കര റിലീവ്ഡാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ അതുവരെ ഭയങ്കര ഫീഡ് ചെയ്യുക എന്നുള്ള ആലോചിച്ചപ്പോൾ ഈ ബേബി ഈസ് ഡൂയിങ് ഗുഡ് എന്നുള്ളത് നമ്മുടെ സൈഡിൽ നിന്ന് അവർക്ക് ഓക്കെ എന്ന് പറയുമ്പോൾ ദേ ഗെറ്റ് സോ മച്ച് റിലീഫ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഇനി നമുക്ക് ഈ 2 hour ഫീഡിങ് വേണ്ട,
നമുക്ക് ഇനി ഒരു ഡിമാൻഡ് ഫീഡിങ്ങിലോട്ട് പോയാൽ മതി. 3-4 hours ഗ്യാപ്പിൽ ഫീഡിങ് മതി. ഫീഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർലി ഫീഡ് ചെയ്യുക. ഫീഡ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ബേപ്പ് ചെയ്യുക. ബേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു അവർ കഴിഞ്ഞാൽ നെക്സ്റ്റ് 3 hours ഫോറിൽ വീണ് അത് ക്ലോസ് ഫീഡിങ്ങിലോട്ട് വരുമ്പോൾ ആണ് പിന്നെ ഈ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരിക. പിന്നെ എപ്പോഴെപ്പോഴും ഛർദ്ദിക്കുക. പിന്നെ ഗ്യാസ് കയറി ബേബി കോളിക് പെയിൻസ് വരിക. പെയിൻസ് വരുന്ന സമയത്ത് കുട്ടികൾ കരയുമ്പോൾ കൂടുതൽ ഫീഡ് ചെയ്യും. കൂടുതൽ ഫീഡ് ചെയ്യുമ്പോൾ കൂടുതൽ ഗ്യാസ് കയറും. കൂടുതൽ ഗ്യാസ് കയറുമ്പോൾ കൂടുതൽ ഫീഡ് ചെയ്യും. സോ ഇറ്റ് ഗോസ് ലൈക്ക് എ സൈക്കിൾ. പിന്നെ അത് ബ്രേക്ക് ചെയ്യാൻ മെഡിസിൻസ് യൂസ് ചെയ്യേണ്ട അവസ്ഥ വരും. അങ്ങനെ അപ്പോൾ പലപ്പോഴും ആങ്സൈറ്റിൻ്റെ മുകളിലാണ് കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് നോർമൽ എന്നുള്ളത് അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി പാരൻസ് ഡു വെൽ ആക്ച്വലി. ഡോക്ടർ ഇത് പറഞ്ഞപ്പോഴാണ് ഈ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ ആരോഗ്യത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഏതൊക്കെയാണ് ആ റേഞ്ച് ഉണ്ടാവുക? ഇതാണ് കറക്റ്റ് ബർത്ത് വെയിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്കൊരു കറക്റ്റ്നെസ് ഇല്ല, പക്ഷെ നമ്മൾ റേഞ്ച് ആണ് പറയുന്നത്. ഇപ്പോൾ എനി ബേബി ഒരു 2.5 കിലോന്റെ മുകളിലുള്ള കുട്ടികൾ അപ് ടു 3.5 kg കുട്ടികൾ നോർമൽ വെയിറ്റ് ഗെയിൻ ആണ്. അതിന്റെ മുകളിലോട്ടില്ല 4 കിലോന്റെ മുകളിലുള്ള കുട്ടികൾ നമ്മൾ ലാർജ് ബേബീസ് എന്ന് പറയും. 2.5 താഴെ കൂടുതൽ സ്മോൾ ബേബീസ് എന്ന് പറയും. ലാർജ് ബേബീസിനാണെങ്കിലും സ്മോൾ ബേബീസിനാണെങ്കിലും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവർ കുറച്ചും കൂടി മോണിറ്ററിംഗ് ആവശ്യമുണ്ട്. അത്രയേ ഉള്ളൂ. അതായത് ബേർത്തിൽ മാത്രമുള്ള കാര്യമാണ്. എസ്പെഷ്യലി തികഞ്ഞ് പ്രസവിക്കുന്ന കുട്ടികൾക്ക് ബേർത്തിൽ മാത്രമാണ് നമുക്ക് ഈ വെയിറ്റിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു 2 weeksലാണ് വെയിറ്റിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. അത് കഴിഞ്ഞ് നോർമൽ വെയിറ്റ് ഗെയിൻ പാല് കുടിച്ച് നോർമൽ വെയിറ്റ് ഗെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഫൈൻ. ഫോർ എക്സാമ്പിൾ ലാർജ് ബേബീസ്, ഈ ലാർജ് ബേബീസിന് ഷുഗർ കുറഞ്ഞു പോകുന്ന ചാൻസസ് കൂടുതലാണ്. അവർക്ക് ഷുഗർ മോണിറ്ററിംഗ് വേണം. അവർ ഫീഡിങ് കുറച്ചും കൂടി നമ്മൾ കൂടുതൽ അസസ് ചെയ്യണം. സ്മോൾ ബേബീസ് ആണെങ്കിൽ അതുപോലെ തന്നെ അഗെയിൻ അവർക്ക് ഷുഗർ പാല് കുടിക്കാൻ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് ഷുഗർ കുറഞ്ഞു പോകുന്ന സാധ്യത കൂടുതൽ. അവർക്കും ഷുഗർ മോണിറ്ററിംഗ് വേണം. അതുപോലെ അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി ഇതാക്കണം. അങ്ങനെ ഓരോ കാറ്റഗറി കുട്ടികൾക്കും ചെറിയ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം വലിയ കുട്ടികളാണെങ്കിൽ ഹാർട്ട് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ്, പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഷുഗറുള്ള മദർ ആണെങ്കിൽ കാർഡിയാക് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതകൾ കൂടുതൽ. അത് സ്ക്രീൻഡ് ആണ്. ഇപ്പോഴത്തെ ഒന്നും സ്കാനിലൊക്കെ സ്ക്രീൻഡ് ആണ്. വലിയ ഇഷ്യൂസ് വരാറില്ല. ഒരു സർപ്രൈസ് ആഫ്റ്റർ ഡെലിവറീസ് ഇപ്പം വെരി ലെസ് ആണ്. കാരണം നമ്മുടെ സ്കാൻസ് ഒക്കെ വെരി ഗുഡ് ആണ്. ഇപ്പോഴത്തെ ആന്റിനേറ്റൽ സ്കാൻസ് ഒക്കെ വെരി ഗുഡ് ആയതുകൊണ്ട് ഒരു സർപ്രൈസ് ആഫ്റ്റർ ഡെലിവറീസ് വെരി കുറവാണ്. പക്ഷേ ഇത് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ചില കാര്യങ്ങൾ ഇത് സ്കാനിൽ കണ്ടുപിടിച്ചില്ലല്ലോ. നമുക്ക് എല്ലാം സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാക്സിമം നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. ഡോക്ടർ വെയിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കുഞ്ഞിന്റെ സ്കള്ളിന്റെ ഒരു പെരിഫറൽ ഏരിയയുടെ വലിപ്പവും ബ്രെയിൻ ഡെവലപ്മെന്റും തമ്മിൽ ബന്ധമുണ്ട്. നമ്മൾ ഹെഡ് സർക്കംഫറൻസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ മുതൽ ബാക്കിലോട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അത് വെച്ചിട്ട് നമ്മൾ സർക്കംഫറൻസ് മെഷർ ചെയ്യും. എല്ലാ കുട്ടികൾക്കും നമ്മൾ ജനിച്ചു ചെയ്യുന്ന സമയത്ത് മാർക്ക് ചെയ്യുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് വെയിറ്റ്, 2 ഹെഡ് സർക്കംഫറൻസ്, 3 ലെങ്ത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്യും. ഒരു 33 സെന്റിമീറ്റർ 35 സെന്റിമീറ്റർ ആണ് നോർമൽ ഹെഡ് സർക്കംഫറൻസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അതിനൊരു ഗ്രോത്തിന് ഒരു പാറ്റേൺ ഉണ്ട്. ഫസ്റ്റ് ഒരു 3 മാസം 2 സെന്റിമീറ്റർ വെച്ച് കൂടും. പിന്നെ അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ആ പാറ്റേൺ അനുസരിച്ചാണ് ഇവർ ഗ്രോ ചെയ്തെന്നുള്ളത് നമ്മൾ അസസ് ചെയ്യും. അപ്പോൾ ഇത് ഒരു വെറുതെ നമ്പർ അല്ല. അപ്പോൾ എല്ലാ വാക്സിനേഷനും വരുന്ന സമയത്തും, അതായത് ഒരു ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ 1.5 മാസം വാക്സിനേഷൻ വരും. ആ സമയത്ത് നമ്മൾ ഈ 3 പാരാമീറ്റർ വീണ്ടും നോക്കും. അടുത്ത വാക്സിനേഷൻ പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ അടുത്ത വാക്സിനേഷൻ ഉണ്ട്. അപ്പോഴും നമ്മൾ ഈ 3 പാരാമീറ്റർ വീണ്ടും നോക്കും. 3.5 മാസത്തിൽ വീണ്ടും വാക്സിനേഷൻ ഉണ്ട്. സോ മോസ്റ്റ്ലി നമ്മളത് ചാർട്ടിൽ പ്ലോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ഐഡിയൽ. അതായത് നമ്പേഴ്സ് നോക്കണേക്കാട്ടി ഏറ്റവും ഐഡിയ എന്ന് പറഞ്ഞാൽ ചാർട്ടിൽ പ്ലോട്ട് ചെയ്തിട്ട് അത് ആ ചാർട്ടിൽ പ്രോപ്പർലി ഗ്രോ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ. ആ ഒരു അസസ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡെലിവറി സമയത്ത് സ്മോൾ ഹെഡ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്യുന്നതിനായിട്ട് 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 33 സെന്റിമീറ്റർ വേണ്ടെടുത്ത് ഒരു 28 സെന്റിമീറ്റർ ഉള്ളൂ എന്ന് വെക്കുകയും അപ്പോൾ കുട്ടിയുടെ ഹെഡ് സ്മോൾ ആണ്. അപ്പോൾ നമ്മൾ ഫർദർ ഇവാലുവേഷൻ വേണം. അതുപോലെ തന്നെ വലിയ ഹെഡിൽ 35 വേണ്ടെടുത്ത് ഒരു 40 സെന്റിമീറ്ററിലാണ് ബേബി വരുന്നത് എങ്കിൽ ഇപ്പോൾ ലാർജ് ഹെഡാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അപ്പോൾ അടുത്ത സ്കാനും കാര്യങ്ങളായിട്ട് അടുത്ത ഫർദർ ഇവാലുവേഷനിലോട്ട് നമ്മളത് പോകണം. അപ്പം ഹെഡ് സൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് അതെന്തോ ആയിക്കോട്ടെ എന്നല്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല അതിൻ്റെ ഫർദർ ഗ്രോത്ത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഫീഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഈ കുട്ടികളുടെ സ്റ്റൂളിൻ്റെ കളറിനെ പറ്റിയിട്ട് പലർക്കും ആശങ്കയുണ്ടത്. പച്ച നിറമെന്ന് പറയാറുണ്ട്, അത്തരം കുറേ ആശങ്കകൾ പറയാറുണ്ട്. ഇത് നോർമലാണോ? ഈ സ്റ്റൂളിൻ്റെ കളറും കുട്ടിയുടെ ആരോഗ്യവും തമ്മിൽ ബന്ധമുണ്ടോ? നമ്മൾ കുട്ടികളെ ജനിച്ച ഉടനെ വയറ്റിൽ നിന്ന് പോകുന്ന ബ്ലാക്ക് കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് മോസ്റ്റ്ലി എല്ലാവർക്കും ഇപ്പോൾ അറിയാം. അപ്പോൾ മഷി ഇറക്കുക എന്നൊക്കെ പറയും. ബ്ലാക്ക് കളറിൽ സ്റ്റൂൾ പാസ് ചെയ്തുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് പാല് കുടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ സ്ലോലി ഇത് ഗ്രീനിഷ് ആയിട്ട് മാറും. പിന്നെ അത് സ്ലോലി യെല്ലോ ആയിട്ട് മാറും. നന്നായിട്ട് പാല് കുടിക്കുന്ന കുട്ടികളെ പാല് കുടിച്ച് നന്നായിട്ട് വയറ്റുന്ന പോകുന്ന കുട്ടികൾ ഫീഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ ഒരു സൈനും കൂടിയാണ് യെല്ലോ സ്റ്റൂൾസ്. അപ്പം നമ്മളിപ്പം ഒരു 2 വീക്സിലും ബേബി വരുന്ന സമയത്ത് വെയിറ്റ് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കും പാല് കുടിക്കുന്നുണ്ട്. സെക്കൻഡ് ചോദ്യം ചോദിക്കും വയറ്റുന്ന് പോകുന്നുണ്ടോ? ഉണ്ട്. യെല്ലോ കളറായോ? യെല്ലോ കളറായി. സോ ദാറ്റ് ഇസ് എ ഇൻഡിക്കേഷൻ ബേബിക്ക് പാല് കിട്ടുന്നുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് അല്ല. പിന്നെ വെയിറ്റും കൂടി നോക്കി വെയിറ്റ് നോർമൽ ഗ്രോത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫൈൻ. പക്ഷേ പിന്നെ ഈ ഗ്രീനിഷ് സ്റ്റൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ബോയിൽ മൂവ്മെന്റ് നടന്നു കഴിഞ്ഞാൽ സ്റ്റൂൾ ഗ്രീനിഷ് ആയിട്ട് വരും. അതിന് ആസ് സച്ച് ഗ്രീൻ സ്റ്റൂൾസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ അത് ലൂസാണ്, വാട്ടറി ആണ്, മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ആയിട്ട് ഗ്രീനിഷ് പോകുന്നുണ്ടെങ്കിൽ ബേബിക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ വന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
ഈ കുട്ടികൾ എല്ലാ ദിവസവും ഈ സ്റ്റൂൾ പാസ് ചെയ്യേണ്ടതുണ്ടോ? അതിന് ഈ ഓരോ മരുന്ന് അങ്ങനെ വീട്ടിലെ പൊടിക്കൈകളൊക്കെ കൊടുത്ത് കണ്ടിട്ടുണ്ട്. അത് ശരിക്കും റെക്കമെൻഡഡ് ആണോ? എന്താ തോന്നുന്നു? നമ്മുടെ നാട്ടിൽ ഇപ്പം ഗ്രേപ്പ് വാട്ടർ, ബോനസാൻ, പിന്നെ ഇതേപോലെ പൊടികൾ, എന്തൊക്കെയോ മരുന്നുകളുണ്ട്. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും റെക്കമെൻഡഡ് അല്ല. ബേബി ഇനീഷ്യൽ ഡേയ്സിൽ രണ്ട് രീതിക്കാണ് ഇത് പറയാം. ജനിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഫസ്റ്റ് 24 hours ബേബി ഒരിക്കലെങ്കിലും മോഷൻ പാസ് ചെയ്യണം. അതൊരു നമ്മൾ മോണിറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ സ്റ്റൂൾ പാസ് ചെയ്യണം, 42 മണിക്കൂർ ആകുമ്പോൾ യൂറിൻ പാസ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്ന കാര്യം. അപ്പോൾ അതൊന്ന്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് മഷി ഇറക്കി എന്നുള്ളത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാല് കുടിക്കുന്ന അനുസരിച്ചിട്ട് ഡെയിലി 1 or 2 times പാസ് ചെയ്യും. ഒരു 2 weeks ഒക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ മോർ എപ്പിസോഡ്സ് ഉണ്ടാവും. 6, 7, 8 episodes ഒക്കെ പെർ ഡേ ഉണ്ടാവും. ദാറ്റ് ഇസ് നോർമൽ. അപ്പോൾ സ്റ്റൂൾസ് നമ്പേഴ്സ് കൂടെ മോസ്റ്റ്ലി ഇറ്റ് ഇസ് വിൽ ബി വാട്ടറി. അപ്പോൾ നമ്മൾ മിൽക്ക് സ്റ്റൂൾസ് എന്നൊക്കെ പറയും. വാട്ടറി, ശരിക്കും നല്ല ഗ്യാസി ആയിട്ട് നമ്മൾ വയറിളകി പോണ മാതിരി തന്നെ സ്റ്റൂൾസ് പാസ് ചെയ്യും. മദേഴ്സ് കൺസേൺ ഉണ്ടാവും, വയറിളക്കം വന്നോ ബേബിക്ക് എന്നല്ല. പക്ഷേ ഇറ്റ്സ് എ നോർമൽ തിങ്. നമ്മൾ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ബേബി വിൽ ബി നോർമൽ. ബേബിക്ക് വേറെ ഇഷ്യൂ, ആക്റ്റീവ് ആയിരിക്കും, കളിച്ചുകൊണ്ടിരിക്കുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന ബേബി ആയിരിക്കും. വെയിറ്റ് നോക്കുമ്പോൾ വെയിറ്റ് നോർമൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു 7-8 പ്രാവശ്യം വയറ്റൊന്ന് പോയി ലൂസായിട്ട് പോയി, ഇറ്റ്സ് നോ പ്രോബ്ലം, നത്തിങ് ടു വറി. അതേപോലെ തന്നെയാണ് നമ്മളൊരു 1 month 1.5 months കഴിയുമ്പോൾ ഈ സ്റ്റൂൾ ഫ്രീക്വൻസി കുറയും. ഡെയിലി 6-7 പ്രാവശ്യം പോയത് 1-2 പ്രാവശ്യം ചിലപ്പോൾ ഡെയിലി പോവില്ല, 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ പോകത്തുള്ളൂ. അതും നോർമലാണ്. അപ്പം നമ്മളവിടെ പലപ്പോഴും നമ്മൾ നോക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, ബേബിക്ക് വേണ്ട വഴി പാല് കിട്ടുന്നില്ലേ, വെയിറ്റ് നോർമൽ അല്ലേ, ഒരു കാര്യം അവിടെ റീഅസസ് ചെയ്യുക. രണ്ടാമത്, ബേബിയുടെ തൈറോയ്ഡ് ടെസ്റ്റുകൾ നമ്മൾ ഇനീഷ്യലി ചെയ്തത് റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ നോർമലൈസ് ചെയ്ത് നോക്കിയിട്ടില്ല, അത് കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കാം. 3, പിന്നെ പറയും മദറിന്റെ വാട്ടർ ഇൻടേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ബേബി കുറച്ചും കൂടി ഡീഹൈഡ്രേറ്റ് ആവാൻ സാധ്യതകളുണ്ട്. അപ്പോൾ മദറിനെ നമ്മൾ അതൊന്ന് അഡ്വൈസ് ചെയ്യും, അത് കുറച്ചും കൂടി വാട്ടർ എടുക്കണം. പക്ഷേ ഇഫ് എവറിത്തിങ് ഈസ് നോർമൽ, ബേബി ഒരു ഡെയിലി പാസ് ചെയ്യുന്നില്ല, 3 ദിവസം 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട് പാസ് ചെയ്യുന്നത്, നത്തിങ് ടു ഡു ഫോർ ദാറ്റ്. ഇത് ഞാൻ യൂഷ്വലി കണ്ടിട്ടുള്ള ഒരു 5 മാസം 6 മാസം തിരിച്ചത് നോർമലൈസ് ചെയ്യും. അപ്പോൾ ഒരു 3 മാസം മുതൽ 5 മാസം അല്ലെങ്കിൽ 2 മാസം മുതൽ 5-6 മാസം വരെയുള്ള റെഗുലർ സ്റ്റൂൾസ് എല്ലാ ദിവസവും പോയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവശ്യമില്ല. ഡോക്ടർ, അതുപോലെ തന്നെയാണ് ഈ ഫീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അമ്മയ്ക്ക് വേണ്ട മുലപ്പാലില്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ തിരക്കോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവാം, നമ്മൾ ഫോർമുല മിൽക്കിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? ഫോർമുല മിൽക്ക് വേഴ്സസ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഈക്വൽ തന്നെയാണ് ശരിക്കും? ഫോർമുല മിൽക്ക് വേഴ്സസ് ബ്രസ്റ്റ് മിൽക്ക് ഇല്ല, ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ ഉള്ളൂ. ഫോർമുല മിൽക്ക് നമ്മളൊരു മെഡിസിൻ കൊടുക്കുന്ന എന്തിനാണ്? എന്തെങ്കിലും ആവശ്യം ഉണ്ടായി. അസുഖം ഇല്ലാതെ ഒരാൾ പാരസറ്റമോൾ കഴിക്കില്ല, അസുഖം ഇല്ലാതെ ഒരാൾ ആന്റിബയോട്ടിക് കഴിക്കില്ല. അതുപോലെയാണ് ഫോർമുല മിൽക്ക് എടുക്കുന്നത്. അതിൻ്റെതായിട്ട് ഇൻഡിക്കേഷൻസ് ഉണ്ട്. അമ്മയ്ക്ക് പാല് വെച്ചിട്ട് നമുക്ക് ബേബിക്ക് ഫോർമുല കൊടുക്കാൻ പാടില്ല. പക്ഷേ അമ്മയ്ക്ക് ചില ഹെൽത്ത് കണ്ടീഷൻസ് വരും, ചില അതുകൊണ്ട് നമുക്ക് ചില മെഡിസിൻസ് എടുക്കേണ്ടി വരും. ആ സിറ്റുവേഷൻ നമുക്ക് പാല് കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് ഫോർമുല കൊടുക്കേണ്ടി വന്നേക്കാം. ഇനി അമ്മയുടെ പാല് മാത്രം കുടിച്ചിട്ട് ബേബിയുടെ ഷുഗർ കുറഞ്ഞു പോകുന്ന സിറ്റുവേഷൻ വരാം. അല്ലെങ്കിൽ അമ്മയ്ക്ക് പാലിന് പ്രൊഡക്ഷൻ കുറവാണ്, അതുകൊണ്ട് ബേബിക്ക് ഷുഗർ കുറഞ്ഞു പോകും, അപ്പോൾ നമുക്ക് ഫോർമുല മിൽക്ക് കൊടുക്കാം. പിന്നെ ബേബിയുടെ ഗ്രോത്ത് നോർമലി വരുന്നില്ല. അതായത് ഇപ്പോൾ നോർമലി ഞാൻ പറഞ്ഞു ഫസ്റ്റ് 7 days നമ്മളൊരു മാക്സിമം 7 to 10% വെയിറ്റ് ലോസ് വരെ. 3 ദിവസം കൊണ്ട് ഒരു 15% വെയിറ്റ് കുറഞ്ഞു പോകുന്നു. ബേബി ഡിഹൈഡ്രേറ്റഡ് ആവും, സോഡിയത്തിൻ്റെ അളവ് കൂടി വരുന്നു, ഹൈപ്പർ നൈട്രീമിക് ഡിഹൈഡ്രേഷൻ ഒക്കെ നമ്മൾ ഭാഷയിൽ പറയും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ മുലപ്പാൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. സോ ദർ ഷുഡ് ബി എ ലൈൻ ഡ്രോൺ. അപ്പോൾ ഒരു ലൈൻ ഡ്രോൺ ഇറ്റ് ലൈക്ക് കരച്ചിലിന് പാല് കൊടുക്കുക എന്നുള്ളത് ഇനീഷ്യൽ ഡേയ്സിൽ കറക്റ്റ് അല്ല. അപ്പോൾ ഇനീഷ്യലി എല്ലാ കരച്ചിലും നമ്മൾ പാല് കൊടുക്കുക. ഇപ്പോൾ പാലില്ലാത്തതുകൊണ്ട് ആവാ കരഞ്ഞുകൊണ്ടിരിക്കുക, അതുകൊണ്ട് പൊടിപ്പാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അത് കറക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ബേബിയുടെ ഷുഗർ ഓക്കെ ആണോ, ബേബിയുടെ വെയിറ്റിൽ എന്താ സംഭവിക്കുന്നത്, നോർമൽ വെയിറ്റ് ലോസ് ആണോ ഉള്ളത്, കൂടുതൽ വെയിറ്റ് ലോസ് ഉണ്ടോ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫോർമുല വേണോ വേണ്ടതെന്ന് പറയാം. അപ്പോൾ നമ്മളെല്ലാ ഹോസ്പിറ്റലിൽ മറ്റേ MBFHI വല്ല ഹോസ്പിറ്റൽസ് ആയതുകൊണ്ട് തന്നെ ഫോർമുല ഇറ്റ് ലൈക്ക് റിട്ടൺ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഫോർമുല കൊടുക്കാൻ പാടില്ല. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഫോർമുല മിൽക്ക് കൊടുക്കേണ്ടി വന്നാൽ പോലും അതൊരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ന്യൂട്രോളജിസ്റ്റ് കണ്ട് തന്നെയാണ് 100% ഇറ്റ് ഷുഡ് ബി ലൈക്ക്. ഫോർമുല കൊടുക്കുന്ന ഒരു പലപ്പോഴും എനിക്കാണെങ്കിലും നമ്മൾ പല കുട്ടികളും ജനിക്കുന്ന സമയത്ത് നമ്മൾ ഫീഡിങ്ങിന് മാക്സിമം പ്രൊമോട്ട് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്ത് ലാക്ടേഷൻ കൺസൾട്ടൻറ്റും ഒക്കെ വന്ന് അവർ മാക്സിമം ഹെൽപ്പ് ചെയ്ത് അവർ വീട്ടിൽ പോയി 2 ദിവസം കരച്ചിൽ കഴിഞ്ഞു 14 days വരുന്ന സമയത്തേക്ക് അവർ ഫോർമുലയിലാകാൻ വരുന്നുണ്ടാവും. മൂത്ത മോൾക്ക് പാലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഈ ബേബിക്ക് ഞാൻ ഫോർമുല കൊടുക്കാൻ എനിക്ക് ഓൾറെഡി അറിയാം ഫോർമുല കൊടുക്കാൻ. സോ സ്ട്രെസ്സും ഇല്ല, ഒരാൾക്ക് കൊടുത്താണല്ലോ, അപ്പോൾ കൊടുത്തു. അപ്പോൾ അങ്ങനെയല്ല, ഒരു ബേബിക്ക് പാലില്ല എന്ന് വിചാരിച്ചിട്ട് അടുത്ത ബേബിക്ക് പാലുണ്ടാവില്ല എന്നില്ല. അപ്പോൾ നമ്മൾ ഓരോ ബേബിയുടെയും ഒരുപാട് മദേഴ്സ് ഉണ്ട് ഫസ്റ്റ് ബേബിക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയില്ല. വേറെ വേരിയസ് റീസൺസ് ആയിരിക്കാം, പലപ്പോഴും മിൽക്ക് പ്രൊഡക്ഷൻ റീസൺ ആയിരിക്കണം എന്നില്ല. അന്നത്തെ മദറിന്റെ ഹെൽത്ത് കണ്ടീഷൻ അങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും മദറിന് പാല് വരാം. ഇപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ നോർമൽ മദർ ആയിരിക്കും, ഹെൽത്തിയർ ആയിരിക്കും, അന്നത്തെ കാര്യം മദറിന് പാല് വരാം. അപ്പം ആ ഒരു ട്രയൽ നമ്മൾ എന്തായാലും കൊടുത്തു നോക്കിയിട്ട് ഇൻഡിക്കേഷൻസ് വെച്ചിട്ട് മാത്രമാണ് ഫോർമുല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ രാത്രി കൂടുതൽ കറിയാ അതുകൊണ്ട് ഫോർമുല കൊടുക്കുക എന്നുള്ളത് ഷുഡ് നോട്ട് ബി ദ റൂൾ. പിന്നെ ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്കൊന്ന് ക്ലാരിറ്റി വേണമെന്ന് തോന്നിയതാണ്. ഈ എല്ലാ കരച്ചിലുകളും
വിശന്നിട്ടുള്ള കരച്ചിലുകളാവില്ല ഇല്ല ഇല്ല അതാ എല്ലാ കരച്ചിലും വിശന്നിട്ടുള്ള കരച്ചിൽ. അപ്പം ഇത് ആക്ച്വലി എപ്പോഴും കാണുന്നത് നമ്മൾ കുറച്ചൊരു ഏജ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് ഒരു മാസം 1.5 മാസമൊക്കെ ആവുന്ന കുട്ടികൾ കാണും. ഒരു ബേസിക്കലി അവർക്ക് ഒരു കോളിക് പെയിൻ അല്ലെങ്കിൽ ഗ്യാസ് കയറുക. അപ്പോൾ അതിന് കുറെ റോള് നമ്മളെ സൈഡിലും ഉണ്ട്. ഇപ്പം നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ആയുർവേദ മെഡിസിൻസ്. അമ്മമാർ ഡെലിവറി കഴിഞ്ഞാൽ ഇപ്പം പല സ്ഥലങ്ങളിലും പോയി നിന്നിട്ടാണെങ്കിലും ഒഴിച്ചിലും അതുപോലെ അതിന്റെ കൂടെ കുറെ മരുന്നുകൾ കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് കഴിക്കുമ്പോൾ പല എല്ലാവർക്കും ഒന്നും അറിയില്ല, പല മദേഴ്സ് അത് കഴിക്കുമ്പോഴും ബേബിക്ക് ഒരു ഗ്യാസിനെസ് കൂടുന്നത് സിറ്റുവേഷൻ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾ കരച്ചിൽ കൂടാനും അതുപോലെ ഭയങ്കര ഇറിറ്റബിൾ ആവാനും ഉണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുക എന്ത് ചെയ്യും, മദർ കരയുമ്പോൾ പാല് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഗ്യാസ് വീണ്ടും കൂടും. ഗ്യാസ് വീണ്ടും കൂടുമ്പോൾ വീണ്ടും കരയും. സോ ഇറ്റ് ഗോസ് പിന്നെ വാവ ഛർദ്ദിക്കലാവും. പിന്നെ നമ്മൾ മെഡിസിൻസ് വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്ലോലി അത് റിപ്പീറ്റ് ആയി മാറ്റിയൊക്കെ എടുക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ എല്ലാ കരച്ചിലും എന്തല്ല എന്ന് വെച്ചാൽ വാവ ഉറങ്ങുന്ന ഒരു അറ്റ് ബർത്ത്, അതാണ് ഏജ് അനുസരിച്ച് ഡിഫറെന്റ്. അറ്റ് ബർത്തിൽ വാവ കരഞ്ഞിട്ടില്ലാന്നെങ്കിലും നമ്മൾ 2 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് പാൽ കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് അവേഴ്സിലും ഫസ്റ്റ് ഡേയ്സിലും. അത് കഴിഞ്ഞ് മിൽക്ക് വന്ന് വാവ സക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്ലോലി വിൽ ഷിഫ്റ്റ് ഓവർ ടു നമ്മൾ ഡിമാൻഡ് ഫീഡിങ്ങിലോട്ട് മാറണം. ഡിമാൻഡ് ഫീഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യം അത് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ ഡിമാൻഡ് ഫീഡിംഗ് എന്ന് പറയും, വാവ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പാൽ കൊടുക്കുന്നു. പക്ഷേ 1 മണിക്കൂർ നന്നായിട്ട് ഒരു ഫീഡ് കുടിച്ചാൽ ബേബിക്ക് അടുത്ത 2 hours എന്തായാലും അടുത്ത ഫീഡ് വേണ്ട, ശാന്തമായിട്ട് ഉറങ്ങാന്നുള്ളതാണ് വേണ്ടത്. ചില കുട്ടികൾ കരയുവാണെങ്കിൽ പോലും ഇപ്പോൾ നന്നായിട്ട് പാല് കുടിച്ചു, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നന്നായിട്ട് കുടിച്ചു, അത് നന്നായിട്ട് മിൽക്കുള്ളതാണ്, ബേബി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉറങ്ങി. എന്നിട്ട് 1/2 മണിക്കൂർ വാവ അണിച്ച് വീണ്ടും കരയാന്ന് വെച്ചാൽ ദാറ്റ് ഇസ് നോട്ട് ഫോർ മിൽക്ക്. അപ്പോൾ അത് പാലിന് വേണ്ടിയുള്ള കരച്ചിലല്ല. അപ്പോൾ അതിന് വേണ്ടി വീണ്ടും നമ്മൾ പാല് കൊടുക്കുക എന്നുള്ളതല്ല. അപ്പം കുറച്ചൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും, ഇതാക്കേണ്ടി വരും. ബേബി കരഞ്ഞ് വേറെ എന്തെങ്കിലും ആൾക്കും ചൂടെടുത്തിട്ടായിരിക്കാം, വേർക്കുന്നുണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ കൈ ഉള്ളിൽ വെച്ച് പലപ്പോഴും കുട്ടികളെ കാണാറുണ്ട്, കൈ ഉള്ളിൽ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ടാവും നമ്മൾ. അപ്പോൾ അത് പുറത്തിടാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ടും ആവാം കുട്ടികളെ കരയുന്നത്. സോ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ആ ഒരു പോയിന്റിൽ എന്തിനാണോ ആ കാര്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. പക്ഷേ ഒരു ഫീഡ് കഴിഞ്ഞാൽ മിനിമം 2 hours എങ്കിലും ഗ്യാപ്പ് ഇടണം, എന്നിട്ട് മാത്രം നെക്സ്റ്റ് ഫീൽഡിലോട്ട് പോകാന്നുള്ളതാണ് നല്ലത്. ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്കൊരു ഓർമ്മ വന്ന കാര്യമാണ്, നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് ഈ ന്യൂ ബോൺ ഫോട്ടോഷൂട്ടൊക്കെ. ഇത് കോൺട്രവേഴ്ഷ്യൽ ആണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഈ വൈക്കോലിലൊക്കെ കിടത്തിയിട്ടൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് കുഞ്ഞു ബേബിയല്ലേ, ഇതൊക്കെ ഓക്കെ ആണോ എന്നുള്ള ഒരു സാധനം. അത് എതിർക്കുകയൊന്നുമല്ല, പക്ഷേ എങ്കിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അത്തരം കാര്യങ്ങൾ. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബേബീസിനെ ഈവൻ ഇപ്പം ഇനീഷ്യൽ ഡേയ്സിൽ നമ്മൾ ഡോക്ടേഴ്സ് ആണെങ്കിലും ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണെങ്കിലും ഈവൻ ചില മദേഴ്സ് ആണെങ്കിലും കുറച്ചും കൂടി ബേബിനെ തൊടുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് തൊടാൻ നമ്മൾ പറയും. അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹാൻഡ് റബ്ബ് നന്നായിട്ട് ഇട്ടിട്ട് ഇത് തൊടാൻ പറയും. അപ്പം അത് ബേസിക്കലി കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനാണ്. ന്യൂ ബോൺ ബേബീസ് വെരി പ്രോൺ ടു ഇൻഫെക്ഷൻ ആണ്. അപ്പം ഇനീഷ്യൽ ഡേയ്സിൽ ഇപ്പം മോസ്റ്റ്ലി ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നൂലുകെട്ടിൻ്റെ കാര്യം പറഞ്ഞ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ 28ന്റെ ഒരു ഫംഗ്ഷൻ കഴിയുമ്പോഴേക്ക് ബേബിക്ക് മോസ്റ്റ്ലി എന്തെങ്കിലും ഒരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിട്ട് കുട്ടീനെ കൊണ്ടുവരുന്നത് വളരെ കോമൺ ആണ്. അപ്പൊ അത് കണ്ണു വെച്ചതല്ല, അന്നൊരു 100 ആൾക്കാർ അവനെ കണ്ടിട്ടുണ്ടാവും, അതിനകത്ത് 2 ആൾക്കാർക്ക് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടാവും. അതെ, അപ്പൊ അതിനകത്ത് വരുന്നതുണ്ടാവും. അപ്പൊ അതേ ഫാക്ടേഴ്സ് ഇവിടെയും അപ്ലിക്കബിൾ ആണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്സും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്തതാണ്, അതിനകത്ത് എന്തൊക്കെ തരം പൊടികളുണ്ട്, ബേബിക്ക് അത് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ബേബിക്ക് ബ്രീത്തിങ് എന്തെങ്കിലും ഇഷ്യൂസ് വരും, അലർജിക് റാഷസ് വരും, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ അലർജി റാഷ് വന്നിട്ടുള്ള കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ചെയ്യാൻ പാടുണ്ടോ എന്ന് വെച്ചാൽ ഇറ്റ്സ് ദെയർ ചോയ്സ്. പക്ഷേ അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സേഫർ ആയിട്ട് ബേബിക്ക് വേറെ ഇഷ്യൂസ് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കുറച്ചും കൂടി സ്റ്റെറൈൽ എൻവിറോൺമെന്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഡോക്ടർ അതുപോലെ കോമൺ ആയി കാണുന്നതാണ് കുഞ്ഞിന് മഞ്ഞയുണ്ട്, അപ്പോൾ അതിന് വെയിലിൽ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പ്രതിവിധി. പിന്നെ അമ്മയ്ക്ക് കുറച്ച് ചീത്ത കേൾക്കും, നിങ്ങൾ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് വെയിൽ കാണിക്കാഞ്ഞിട്ടാണെന്നൊക്കെ. ഇത് എത്ര യാഥാർത്ഥ്യമാണ്? എന്താണ് ഈ കുഞ്ഞുങ്ങളുടെ മഞ്ഞ എന്ന് പറയുന്നത്? കുഞ്ഞുങ്ങളുടെ മഞ്ഞ ഒരു നോർമൽ ഫിനോമിനാണ്. നമ്മൾ ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയും. അത് എല്ലാ കുട്ടികളും ജനിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഹീമോഗ്ലോബിൻ, ഫീറ്റൽ ഹീമോഗ്ലോബിൻ എന്നുള്ളത്, അത് പുറത്ത് വന്ന് കഴിയുമ്പോഴേക്ക് അത് മാറി അഡൽട്ട് ഹീമോഗ്ലോബിനോട്ട് ചേഞ്ച് ആവും. ഇറ്റ്സ് എ നോർമൽ പ്രോസസ്. അത് ചേഞ്ച് ആവണതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ്, നമ്മൾ അതിന്റെ ഫുൾ ഡീറ്റെയിലോട്ട് പോകുന്നില്ല, അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കാണുന്ന സാധനമാണ് ഈ ഒരു മഞ്ഞ എന്ന് പറയുന്നത്. അപ്പം ഒരു 2 ദിവസം 3 ദിവസമുള്ള പ്രായമുള്ള കുട്ടികൾക്ക് ഒരു 10, 12, 13 വരെയൊക്കെയുള്ള മഞ്ഞകൾ നോർമലാണ്. അപ്പോൾ അത് അതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാണെങ്കിൽ നമ്മളെ ഒരു അഡൽറ്റിന്റെ മഞ്ഞ എന്ന് പറഞ്ഞാൽ 1 or 2 ആണ്. കുട്ടിക്ക് ഞാൻ പറയുന്നത് 13 വരെ നോർമൽ ആണെന്നാണ്. അപ്പോൾ അത്ര വരെ നമ്മൾ നോർമലാണ്. പക്ഷെ അതിന്റെ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അബ്നോർമലാണ്. അപ്പം നമ്മൾ പല ചാർട്ട്സ് വെച്ചിട്ട്, അപ്പോൾ നമ്മളൊന്നും സ്പെസിഫിക് വാല്യൂസ് അല്ല, ചാർട്ട്സ് വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യുക. പല ചാർട്ട്സ് ഉണ്ട്, പല ഓർഗനൈസേഷൻ WHO അല്ലെങ്കിൽ AAP അമേരിക്കൻ അക്കാഡമി പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞ ചാർട്ട്സ് ഉണ്ട്. ചാർട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ആ ചാർട്ട്സ് വെച്ചിട്ട് ഇന്ന ഏജിന് ഇത്ര അവേഴ്സ് ഓഫ് ലൈഫിന് ഇത്ര മഞ്ഞ എന്നുള്ള കണക്കുകളുണ്ട്. അതിന്റെ മുകളിലോട്ടാണ് നമ്മുടെ വാവേണ്ട മഞ്ഞ എന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. അതിന്റെ താഴത്തോട്ടാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. അപ്പോൾ ഒരു 70-80% കുട്ടികൾക്കും ഇതിന്റെ താഴത്തോട്ടായിരിക്കും ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ പണ്ടത്തെ കാലത്ത് എല്ലാ കുട്ടികളും മഞ്ഞ ലൈറ്റ് കാണിക്കും. ഒരു 70-80% കുട്ടികൾക്കും നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഇത് കുറഞ്ഞു പോകും.
അപ്പം ലൈറ്റ് കാണിച്ച് 70% കുട്ടികൾ കുറഞ്ഞു പോയി, 30% കുട്ടികൾക്ക് ലൈറ്റ് കാണിക്കാത്തതുകൊണ്ട് കുറഞ്ഞു വന്നില്ല, കൂടിപ്പോയി. ഇതാണ് ബേസിക്കലി. അപ്പം സണ്ണ് കാണിക്കാന്ന് പറഞ്ഞാൽ ആക്ച്വലി പോസിറ്റീവിനെ കാട്ടി കുറേ നെഗറ്റീവ്സ് ആണ്. അപ്പോൾ അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള UV ലൈറ്റ്സും അതുപോലെ ഡിറക്റ്റ് എക്സ്പോഷേഴ്സ് ഒക്കെ കുട്ടിയുടെ സ്കിന്നിന് ആണെങ്കിലും ബാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യതകൾ കൂടുതൽ. അത് നെവർ റെക്കമെൻഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചില സ്പെസിഫിക് കണ്ടീഷൻസ് ഉണ്ട് മഞ്ഞ കൂടുന്നത്. ഇപ്പം മദറിന്റെ ബ്ലഡ് ഗ്രൂപ്പും ബേബിയുടെ ബ്ലഡ് ഗ്രൂപ്പും ചേരാത്ത സിറ്റുവേഷൻ, അതായത് മദർ നെഗറ്റീവ് ഗ്രൂപ്പ് ബേബി പോസിറ്റീവ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ മദർ O ഗ്രൂപ്പ് ബേബി AO BO, അല്ലെങ്കിൽ പിന്നെ പ്രീ ടൈം ആയി ജനിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ വലിയ കുട്ടികൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ലാർജ് ബേബീസ്, ഇവർക്കൊക്കെ മഞ്ഞ വരാൻ സാധ്യതകൾ നോർമലി തന്നെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് മഞ്ഞ വരുമ്പോൾ ഇപ്പം ഏതെങ്കിലും നിൽക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് പറയും മഞ്ഞ കൂടുതലുണ്ട്, ലൈറ്റ് വെക്കണം എന്ന് പറയുമ്പോൾ അവർ ഗ്രാൻഡ് മദർ പറയും ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുള്ളതാണ്, സൂര്യനിൽ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകും. ഇത് 3rd ഡേ ആണ് ഇത് സംഭവിക്കുന്നത്. യൂഷ്വലി മഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്നത് 3rd ഡേ ആണ്. 3rd ഡേ മുതൽ 7th ഡേ വരെയാണ് ഇത് കൂടുക. അടുത്ത 4 ദിവസം ഇത് ഇൻക്രീസിങ് സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് ഏത് ലെവൽ വരെ പോകുന്നു എന്നുള്ളത് അറിയില്ല. ഇവർ ഈ ഒരു ഇഗ്നറൻസ് കാരണം പിന്നെ ഈ കുട്ടീനെ മഞ്ഞ നോക്കാൻ കൊണ്ടുവരികയോ അല്ലെങ്കിൽ മഞ്ഞയ്ക്ക് ട്രീറ്റ്മെന്റ് എടുക്കുകയോ ചെയ്യില്ല. അപ്പോൾ ഇത് വെരി ഹൈ ആയിട്ട് പോകും. പക്ഷെ ഒരു പീരീഡ് കഴിഞ്ഞ് താൻ അത് കുറഞ്ഞു പോവുകയും ചെയ്യും. പക്ഷെ എത്ര സമയം ഇത് ഹൈ ആയിട്ട് ബ്ലഡിൽ ഇരുന്നു എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരുപാട് സമയം ബ്ലഡിൽ ഈ ഒരു വാല്യൂ ഹൈ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ബേബിയുടെ ബ്രെയിനിനെ ബാധിക്കുകയും ഭാവിയിലോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ഇപ്പോഴത്തെ കാലത്തൊക്കെ എല്ലാ ഹോസ്പിറ്റൽസിനും ഡിസ്ചാർജ് സമയത്ത് ഒരു സ്ക്രീനിങ് ഉണ്ട്. ബിൽറൂബിൻ എന്ന് നമ്മൾ പറയാം. ബിൽറൂബിൻ സ്ക്രീനിങ് ചെയ്യും. എന്നിട്ട് അവരുടെ അടുത്ത് പറയും ഇത് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ലെവലിലാണോ, എല്ലാന്നുണ്ടെങ്കിൽ ഇത് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ലെവൽ ഇപ്പോൾ ഇല്ല, ഇത് ബോർഡർ ലൈൻ ആണ്, മേ ബി 2 days കഴിഞ്ഞ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കണം, എല്ലാം വെരി നോർമലാണ്, ഈ മഞ്ഞ നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു അഡ്വൈസ് അവർക്ക് റെഗുലറായിട്ട് മിക്കവാറും എല്ലാ ഹോസ്പിറ്റലും നമ്മൾ കൊടുക്കുന്നതാണ്. പലരും അത് ഫോളോ ചെയ്യും. യങ്ങർ പാരൻസും അവർ കുറച്ചും കൂടി നോളജബിൾ ആണ്. മോസ്റ്റ്ലി ഇപ്പോൾ നമ്മൾ ChatGPTയും അതുപോലെ ഇതൊക്കെ ഉണ്ട്, അവരെ നോക്കുമ്പോൾ അവർക്കും മനസ്സിലാവും കുറേയൊക്കെ ഇത് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അപ്പോൾ കുറേയൊക്കെ ആൾക്കാർ ഇതാക്കുന്നത്. സ്റ്റിൽ പലപ്പോഴും ഈ ഒരു ഓൾഡ് ജനറേഷൻ്റെ ഒരു ഇന്റർഫറൻസ് വരുമ്പോഴാണ് ഈ ഒരു സൂര്യന്റെ ഇത് ഈ ഹൈ വാല്യൂ സൂര്യനെ കാണിച്ച ഒരു കാര്യമില്ല. ഇറ്റ് വിൽ ഗോ ആയി അടുത്ത ദിവസങ്ങൾ അത് കൂടി വരത്തേ ഉള്ളൂ. അപ്പോൾ 20, 25, 30 ഒക്കെ ആയിട്ട് തിരിച്ചു വന്ന് നമ്മൾ പിന്നെ അതിന്റെ പ്രോബ്ലം വെച്ചാൽ ചെറിയ മഞ്ഞാണെങ്കിൽ നമുക്ക് ബ്ലൂ ലൈറ്റിൽ ഫോട്ടോതെറാപ്പി ലൈറ്റിൽ കിടത്തി കഴിഞ്ഞാൽ അത് കുറയ്ക്കാവുന്നേ ഉള്ളൂ. അതൊരു ലെവൽ വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ, കംപ്ലീറ്റ് ബ്ലഡ് ചേഞ്ച് ചെയ്യണം, എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ പറയും. അത് ചെയ്യുന്ന സിറ്റുവേഷനിലോട്ട് പോകും. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലൂടെ ബേബിനെ മാക്സിമം എത്തിക്കാതിരിക്കാനാണ് നമ്മൾ കൊടുക്കുന്ന ഈ അഡ്വൈസ്. പലപ്പോഴും പക്ഷേ വേറെ അഡ്വൈസ് അവിടെ നിന്ന് കിട്ടുമ്പോൾ ആ ലെവലിലോട്ട് എത്തിപ്പോകാനും കാണാറുണ്ട്. പലപ്പോഴും പാരന്റ്സ് നിസ്സഹായരായിരിക്കുകയും ചെയ്യും. ഇത് കേട്ടപ്പോഴാണ് ഡോക്ടർ ഈ എല്ലാത്തിനെയും നോർമലൈസ് ചെയ്യുന്നതിലും പ്രശ്നമുണ്ട് തോന്നുന്നു. അപ്പോൾ എത്ര ദിവസം വരെ കുഞ്ഞിന് ഈ മഞ്ഞ നിറം ഉണ്ടെങ്കിൽ നമ്മൾ കാര്യമാക്കണ്ട, എത്ര ദിവസത്തിന് ശേഷം ഡോക്ടറെ കാണും? ഫസ്റ്റ് ഡേ മഞ്ഞ പ്രശ്നമാണ്. Day 1 കുട്ടികൾക്ക് മഞ്ഞ വരാൻ പാടില്ല. അതുപോലെ തന്നെ 14 days ശേഷമുള്ള മഞ്ഞ നമ്മൾ ശ്രദ്ധിക്കണം. ഇൻ ബിറ്റ്വീൻ ഉള്ള ഹോസ്പിറ്റൽ സൈഡിൽ എന്തായാലും ഇപ്പോൾ എല്ലാം ഹോസ്പിറ്റൽ ഡെലിവറീസ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി 99% സിറ്റുവേഷനിലും എന്തായാലും ജോണ്ടിസ് സ്ക്രീനിങ് ഉണ്ട്. അത് സ്ക്രീൻ ചെയ്തിട്ട് അവർക്കൊരു അഡ്വൈസ് അതിൻ്റെ മുകളിൽ എന്തായാലും കിട്ടും. അതനുസരിച്ചിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് വരില്ല. അപ്പം അത് ആ അഡ്വൈസ് ഫോളോ ചെയ്യാതെ അല്ലെങ്കിൽ മിസ് ചെയ്ത് പോകുമ്പോഴാണ് പലപ്പോഴും പിന്നെ ലേറ്റർ ഒരു 3-ാം ദിവസം ഡെലിവറി ആയി ഡിസ്ചാർജ് ആയി 2 days കഴിഞ്ഞ് റിവ്യൂ ചെയ്യാൻ പറഞ്ഞു, അതൊരു വിട്ടുപോയി. ഒരു 10 ദിവസം ആകുമ്പോഴേക്കും അവൻ നല്ല യെല്ലോ ആയിട്ട് കൊണ്ടുപോഴേക്കാണ് നമ്മൾ ഈ 30 വാല്യൂ 35 വാല്യൂ ഒക്കെ കാണുന്നത്. ഇപ്പോൾ ലെസ് ആണ്, പക്ഷേ സ്റ്റിൽ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഡോക്ടർ അതുപോലെ തന്നെയാണ് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് ഈ ബോട്ടിലിൽ ഫീഡ് ചെയ്യാവോ? ഈ ചെറിയ പാവകളായിരിക്കുമ്പോൾ നമ്മൾ സ്പൂണിൽ എന്തെങ്കിലും കൊടുക്കുന്നതാണോ നല്ലത്? ബോട്ടിൽ ഫീഡിങ് റെക്കമെൻഡഡ് ആണോ? ബോട്ടിൽ ഫീഡിങ് റെക്കമെൻഡ് അല്ല. എസ്പെഷ്യലി ബ്രസ്റ്റ് ഫീഡിങ് മദർ ആണെങ്കിൽ ബോട്ടിൽ റെക്കമെൻഡ് അല്ല. ബേസിക് കാരണം എന്ന് വെച്ചാൽ ബോട്ടിലിന്റെ നിപ്പിളിൽ നിന്ന് പാല് കുടിക്കുന്നതും അമ്മയുടെ ബ്രസ്റ്റിൽ നിന്ന് പാല് കുടിക്കുന്നതും തമ്മിൽ മെക്കാനിസം തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പോൾ അമ്മയുടെ ബ്രസ്റ്റിൽ പാല് കുടിക്കുമ്പോൾ വാവ സക്ക് ചെയ്ത് ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ടാക്കി പാല് വന്നു, അത് ഇറക്കി 3-4 സക്സ് കഴിഞ്ഞ് വാവന്ന് സ്റ്റോപ്പ് ചെയ്യും, പാല് വന്നു, അത് സോളോ ചെയ്തിട്ടാണ് അടുത്ത സക്ക് തുടങ്ങുക. ബോട്ടിൽ അങ്ങനെയല്ല, ഓരോ സക്കിനും പാല് വരും. അപ്പം രണ്ടും മെക്കാനിസം ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ബേബി കൺഫ്യൂഷൻ ആവും, നിപ്പിൾ കൺഫ്യൂഷൻ വരും. അപ്പം ഈസി വേ ഔട്ട് ഏതാ? ബോട്ടിലാണ്. അപ്പം ബേബീസ് ബോട്ടിലോട്ട് പോകാൻ ചാൻസസ് കൂടുതലാണ്. പലപ്പോഴും എന്താ സംഭവിക്കുക, മദർ ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ കുറച്ച് പാൽ എടുത്തു വെച്ചു, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇനിഷി തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ ബേബി ഇത് യൂസ്ഡ് ആയി കഴിയുമ്പോൾ പിന്നെ സിറ്റുവേഷൻ ആവുന്നില്ല, അമ്മയ്ക്ക് ഉള്ള പാല് എക്സ്പ്രസ് ചെയ്ത് എടുത്തിട്ട് ബോട്ടിൽ കൊടുക്കുന്ന സിറ്റുവേഷൻ വരെ കണ്ടിട്ടുണ്ട്. അപ്പം ബോട്ടിൽ ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യരുത് എന്നാണുള്ളത്. പിന്നെ രണ്ടാമത്തെ പ്രോബ്ലം, ബോട്ടിൽ കൊടുക്കുന്ന കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഭയങ്കര ഹൈ ആണ്. കാരണം ഇറ്റ് ഇസ് ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ആണ്. അതിനകത്ത് പാലെടുത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ സ്റ്റെറിലൈസേഷൻ പ്രോപ്പർ ആയിട്ടില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വെരി ഹൈ ആണ്. വയറിളക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബോട്ടിൽ ഫീഡിങ് കുട്ടികൾക്ക് കൂടുതലാണ്. അപ്പോൾ അത് അഥവാ ഇനിയൊരു അമ്മയ്ക്ക് തീരെ പാൽ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് ഒരിക്കലും ഒരു ഓപ്ഷൻ അല്ല എന്നുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ ബോട്ടിൽ ഫീഡിങ് പറയാറുണ്ട്.
അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ബോട്ടിൽ ഫീഡിങ് പറയുമ്പോൾ അതിൻ്റെ എങ്ങനെ ബോട്ടിൽ കെയർ ചെയ്യണം, നമ്പർ ഓഫ് ബോട്ടിൽസ് കൂടുതൽ വേണം, ഒരു പ്രാവശ്യം ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് മാത്രം സെക്കൻഡ് ടൈം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ചുടുവെള്ളത്തിൽ ജസ്റ്റ് കഴുകിയെടുക്കൽ സ്റ്റെറിലൈസേഷൻ അല്ല. അത് പ്രോപ്പറായിട്ട് ഒന്നെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസർ വെച്ചിട്ടോ അല്ലെങ്കിൽ 10 മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ അഡ്വൈസ് കൊടുത്തിട്ട് മാത്രമേ ബോട്ടിൽ ഫീഡിങ് അഡ്വൈസ് ചെയ്യത്തുള്ളൂ. എഗെയിൻ ടു ദ പാരൻസ് പറയാനാണെങ്കിൽ ബോട്ടിൽ ഫീഡിങ് സൊല്യൂഷൻ അല്ല. കഴിയുന്നതും ബോട്ടിൽ യൂസ് ചെയ്യാതിരിക്കുക. കഴിയുന്നതും നമ്മളിപ്പോൾ എക്സ്ട്രാ ഫീഡ് കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പാലട എന്ന് പറയും അല്ലെങ്കിൽ ഗോകർണം എന്ന് പറയും, അതിനകത്ത് കൊടുക്കാൻ ശ്രമിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു തീരെ നിവൃത്തിയില്ലാതെ സിറ്റുവേഷനിൽ മാത്രം ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു ഡോക്ടർ അഡ്വൈസിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യാം. ഡോക്ടർ, അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളുടെ കുളിപ്പിക്കുന്നത്. നമ്മൾ എണ്ണ തേച്ച് കുറച്ച് സമയം വെക്കുന്നു, ഇളം ചൂട് വെള്ളത്തിൽ കുളിപ്പിക്കുന്നു, അതിന് മുന്നേ നന്നായിട്ട് മസാജ് ചെയ്യുന്നു, സോ ദാറ്റ് ഓർഗൻസ് ഒക്കെ നല്ല ഷേപ്പിൽ വരട്ടെ, മൂക്ക് വരട്ടെ, നല്ല ചെവി വരട്ടെ. തമാശ പറയാറെന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ ഷേപ്പ് വരുത്താൻ പറ്റും, എല്ലാവരും നമുക്ക് ഹൃതിക് റോഷനും ഐശ്വര്യ ആക്കാലോ എന്നാണ് ഞാൻ എപ്പോഴും മദേഴ്സിനോട് പറയുന്ന ഒരു ഡയലോഗ്. അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള തബൂല് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നന്നായിട്ട് കൊച്ചിനെ വേദന ആക്കിയിട്ട് മസാജ് ചെയ്യും. അതായത് കൈയും കാലൊക്കെ വിളിച്ച് നിർത്തി കുട്ടികൾ നോർമലി ഒരു ഫ്ലെക്സ്ഡ് പോസ്റ്റ്, നമ്മൾ ചുരുണ്ടാനിരിക്കുക, അകത്തിരിക്കുന്ന സമയത്ത് ചുരുണ്ടായിരിക്കുക, പുറത്ത് വരുമ്പോൾ അവർ ചുരുണ്ടന്നെ ഇരിക്കുക, സ്ലോലിയാണ് അവരത് നിർന്ന് വരിക. അത് നമ്മൾ നിർത്തേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ എണ്ണ തേച്ച് കൈ വലിച്ചു നീട്ടി, എണ്ണ തേച്ച് കാല് വലിച്ചു നീട്ടി, പൊക്കലിൻ്റെ അവിടെ ഒരു പൈസ വെച്ചിട്ട് കോയിൻ വെച്ച് അമർത്തി തല ഷേപ്പാക്കാൻ വേണ്ടി കുറെ വട്ടത്തിലാക്കാൻ വേണ്ടി കുറെ ഒഴിഞ്ഞു, ഫേസിന് നല്ല ഇത് കിട്ടാൻ വേണ്ടി മൂക്കിൻ്റെ അവിടെ കുറെ ഒഴിഞ്ഞു, അതെ വലിച്ചു ഒഴിഞ്ഞു, കൊച്ചിനെ കരയിപ്പിച്ച് ഒരു അരമണിക്കൂർ കഷ്ടപ്പെടുത്തി. അങ്ങനെയല്ല. പക്ഷെ മസാജിങ് നല്ലതാണ്, സോഫ്റ്റ് മസാജിങ്. ഇപ്പം നല്ലൊരു ഓയിൽ വെച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മസാജിങ് ന്യൂറോൺസിനൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ നല്ലതാണ്, റെക്കമെൻഡഡും ആണ്. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് പെയിൻഫുൾ. ബേബിക്ക് ഒരു പെയിൻഫുൾ പെയിൻ ആവുന്ന സിറ്റുവേഷനിലോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറയോ, എങ്ങനെയാണ് ഐഡിയലി നമുക്കൊരു ചെറിയ ബേബിനെ മസാജ് ചെയ്യാൻ പറ്റുക? നോർമൽ സോഫ്റ്റ് മസാജിങ്, തല മുതൽ കാല് വരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് 1-2 പ്രാവശ്യം ചെറുതായിട്ട് എണ്ണയിട്ട് മസാജ് ചെയ്ത്, പിന്നെ ഈ കിടത്തുന്ന രീതിയൊക്കെ കറക്റ്റ് അല്ല. അങ്ങനെ നമ്മളിപ്പോൾ എന്താ എണ്ണ തേച്ച് അവനൊരു കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് സ്പേസിൽ കിടത്തി എന്താ സംഭവിക്കുക, ഭാവ തണുത്തു പോകും. അതല്ല സംഭവിക്കുക. ഒരു ജനിച്ച കുട്ടീനെ നമ്മൾ നന്നായിട്ട് എണ്ണൊക്കെ തേച്ച് മസാജ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു താഴത്തെ ഷീറ്റ് വിരിച്ച് അവിടെ കിടക്കും അല്ലേ, അപ്പം വൈകുന്നേരം തണുത്തു പോകും. നമ്മൾ സംസാരിക്കുന്നത് വാവ തണുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹൈപ്പോതെർമിയ എന്ന് പറയും. ഇത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ വാവനെ കുളിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മസാജ് ചെയ്യുക, എണ്ണ തേച്ച് സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യുക, മേ ബി ഒരു 5 മിനിറ്റ്സ് മസാജ് ചെയ്യുക, 5 മിനിറ്റിനോട് കുളിപ്പിക്കുക, അതും ലൂക്ക് വാം വാട്ടറിൽ കുളിപ്പിക്കുക. എന്നിട്ട് പെട്ടെന്ന് പൊതിഞ്ഞ് തുടച്ചു കൊടുക്കുക, നന്നായിട്ട് പൊതിഞ്ഞ് വെക്കുക, തണുത്തു പോകാൻ നോക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് പലപ്പോഴും ചെയ്ത് കാണാറുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കണ്ണെഴുതുന്നു, പൊട്ടിടുന്നു, ബ്യൂട്ടി സ്പോട്ട് ഇടുന്നു. ഇതൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ അവയർനെസ് ഉണ്ട്, കുറെയൊക്കെ അവയർനെസ് ഇപ്പൊ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ പറയും ബേബിനെ സുന്ദരിയാക്കിയാണല്ലോ, അപ്പൊ അത് നമ്മൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഡോക്ടർ സർക്കാസ്റ്റിക്കലിയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവും. കുറെയൊക്കെ അഡ്വൈസ് ചെയ്യും. പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ ഈ തേക്കുന്നതെല്ലാം കെമിക്കൽസ് ആണ്. അതാണ് ചോദിക്കാറില്ല, ഇതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? കെമിക്കൽസ് ആണ്. അപ്പോൾ ഏത് കെമിക്കലിനാണ് കുട്ടിക്ക് റിയാക്ഷൻ ഉണ്ടാവും അറിയില്ല. അപ്പോൾ അത് കണ്ണെഴുതുന്ന സമയത്ത് കണ്ണിന്റെ ഉള്ളിലോട്ടൊക്കെ ആവും. അപ്പോൾ കണ്ണിലോട്ട് ഒരു ഇൻഫെക്ഷൻ വരാൻ സാധ്യതകൾ കൂടുതലാണ്. സ്കിന്നിലെ മുകളിലാണെങ്കിൽ അവിടെ റാഷസ് വരാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ മുലപ്പാൽ കണ്ണിട്ടിക്കുക എന്നുള്ളൊരു കാര്യം. അതും ആക്ച്വലി നോട്ട് റെക്കമെൻഡഡ്. അങ്ങനെ റെക്കമെൻഡേഷൻ ഇല്ല. ചെറിയ രീതിക്കുള്ള കണ്ണിലുള്ള പീളകെട്ടിലൊക്കെ കുട്ടികൾക്ക് നോർമലി ഉണ്ടാവും. അത് ചെറിയ നേസൽ മസാജ്, നമ്മൾ മുകളിൽ താഴത്തോട്ട് ഇങ്ങനെ ഉള്ള നോർമൽ മസാജ് കൊണ്ട് മാത്രമേ ക്ലിയർ ആയിട്ട് വരും. അതുകൊണ്ടില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് എന്തെങ്കിലും മെഡിസിൻ വേണോ എന്നുള്ളത് നോക്കാമെന്നല്ലാതെ മുലപ്പാൽ ഉറ്റിച്ചിട്ട് ഇതൊരു പണ്ടത്തെ രീതിയാണ്. കണ്ണിൽ എന്തെങ്കിലും ചെറിയ ഇത് വരുമ്പോഴേക്കും മുലപ്പാൽ ഉറ്റിക്കാൻ അത് കാരണം കോംപ്ലിക്കേഷൻസ് വന്ന കുറേ കണ്ടീഷൻസ്. പാലിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ണിന് പറ്റിക്കോണമെന്നില്ല. ഞാനിത് പറയാനുള്ള കാരണം വെച്ചാൽ മുലപ്പാൽ പോലും അത് പോകേണ്ട സ്ഥലത്ത് എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. കുടിക്കാൻ നല്ലതാണ്, കണ്ണിലൊട്ടിക്കാൻ നല്ലതല്ല. അപ്പൊ ഒരു കെമിക്കൽ നമ്മൾ കണ്ണിൽ തേക്കുന്നതോ മുഖത്ത് തേക്കുന്നതോ എത്രത്തോളം നല്ലതോ നമ്മൾ ആലോചിച്ചാൽ അറിയാലോ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ ഇത് അവഗണിക്കരുത് എന്നല്ല, ഒരു പാരന്റ് ശ്രദ്ധിക്കേണ്ട ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. ബേസിക്കലി കുട്ടികൾ ജനിച്ച ഉടനെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അവരെന്ന് തിരിച്ച് എക്സ്പെക്ട് ചെയ്യാനില്ല. അപ്പോൾ ഞാൻ മദർസിനടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ നോക്കണ്ട, 3 months കഴിയുമ്പോഴേക്ക് ഞങ്ങൾ മാറും, ഞങ്ങൾ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങും. സോ ദാറ്റ് ഈസ് ദ ടൈം വേർ ബേബി ഐഡന്റിഫൈസ് മദറിന്റെ മുഖത്തോട് നോക്കുക. അപ്പോൾ ഒരു 3 മാസം ആകുമ്പോഴേക്കും നമുക്ക് ഒരു ഐ കോൺടാക്ട് ഒക്കെ കിട്ടി തുടങ്ങണം. പിന്നെ മദറിനെ മനസ്സിലാവും. ആ സമയത്ത് ഞങ്ങൾ കുറച്ചും കൂടി ചിരിക്കാൻ, സോഷ്യൽ സ്മൈൽ ഒക്കെ ഒരു 3 മാസം ആകുമ്പോഴേക്കും വരും. അതിന് മുമ്പ് സ്മൈൽ ഉണ്ടാവും, ഉറക്കത്തിൽ സ്മൈലൊക്കെ മുമ്പ് ഉണ്ടാവും. 3 months ആകുമ്പോൾ സോഷ്യൽ സ്മൈൽ വരണം. ഒരു 4 മാസം ആകുമ്പോഴേക്കും ഞങ്ങൾ ഹെഡ് കൺട്രോൾ വരണം. ഇതും പ്രശ്നങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ 28 കഴിഞ്ഞാൽ കഴുത്തുറച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുവരുന്ന സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഒരു 4 months ആകുമ്പോഴേക്കൊക്കെയാണ് നമ്മൾ കഴുത്തുറക്കേണ്ടത്. 6 months ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ റോൾ ഓവർ ചെയ്യണം. സംസാരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു 3 മാസം ആകുമ്പോഴേക്കും
പോയി, വെറുതെ കിടന്ന് ഒച്ച ഉണ്ടാക്കണം. ഒരു 6 മാസമൊക്കെ ലാബാഡ എന്നൊക്കെ പറഞ്ഞാൽ 1-2 സിംഗിൾ സിലബിൾസ് ആയിട്ട് വരണം. ഒരു 9 months ഒക്കെ ആകുമ്പോഴേക്ക് മാമാലാല അങ്ങനത്തെ ഡബിൾ സിലബിൾസ് ബൈ സിലബിൾസ് വരണം. 1 year ഒക്കെ ആകുമ്പോഴേക്ക് 1-2 വേർഡ്സ് വരണം. അതുപോലെ ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കവരാൻ തുടങ്ങണം. 8 മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇരിക്കാൻ തുടങ്ങണം. 1 year ആകുമ്പോഴേക്ക് പിടിച്ചു നിൽക്കണം. 1.25 ആകുമ്പോഴേക്കും നടക്കണം. അവിടെയും പ്രശ്നമാണ്. 1 വയസ്സാകുമ്പോഴേക്ക് നടന്നില്ലെങ്കിൽ പാനിക്കായി. അപ്പം അങ്ങനെ പാനിക് ആവേണ്ട ആവശ്യമില്ല. 1.25 ആകുമ്പോഴേക്ക് നടന്നാൽ മതി. സ്റ്റിൽ നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട്ഫുൾ ആണെങ്കിൽ ഒരു പീഡിയാട്രിഷനെ കണ്ടിട്ട് നോക്കാം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 1.25 വരെ വെയിറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സോ ദിസ് ആർ ദ ബേസിക് മൈൽസ്റ്റോൺസ് നമ്മൾ ഒരു മോണിറ്റർ ചെയ്ത് പോകേണ്ട കാര്യങ്ങളുള്ളത്. പിന്നെ നമ്മൾ ഈ സംസാരം ആണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോവുക. സംസാരം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മദർ റിഗാർഡ് ഒരു 3 months ഒക്കെ ആകുമ്പോൾ കണ്ണിലോട്ട് നോക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാതെ. ബാക്കി നടക്കണിരിക്കുന്നൊക്കെ എല്ലാം ശ്രദ്ധിക്കും. ഇതാണ് ശ്രദ്ധിക്കാതെ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് വിഷനാണെങ്കിലും നമ്മൾ സോഷ്യൽ സ്ഫിയർ, നമ്മുടെ ഡെവലപ്മെന്റ് സോഷ്യൽ സ്ഫിയർ ആണ്. സോഷ്യൽ സ്ഫിയറിലാണെങ്കിൽ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഒരു പീഡിയാട്രിഷ്യനോട് സംസാരിക്കുമ്പോഴൊക്കെ ഈ മൈൽ സ്റ്റോൺസ് പറയാറുണ്ട്. നമ്മൾ അവഗണിച്ചു പോകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഈ പ്രീ ടൈം ബേബീസിന്റെ മൈൽ സ്റ്റോൺ ഇതിനോട് തുല്യം തന്നെയാണോ? അതെങ്ങനെയായിരിക്കും നടക്കുക? അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു 26 ആഴ്ചക്ക് ജനിക്കുന്ന കുട്ടിയും 34 ആഴ്ച ജനിക്കുന്ന കുട്ടിയും ഡിഫറെന്റ് ആണ്. നമ്മൾ എപ്പോഴും ടേം ഇക്വലന്റ് എന്ന് പറയും. നമ്മൾ 26 ആഴ്ച ജനിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ടേം 40 ആഴ്ചയുണ്ട്, 14 ആഴ്ചന്റെ വ്യത്യാസമുണ്ട്. അതായത് ഓൾമോസ്റ്റ് 3.5 മാസം വ്യത്യാസമുണ്ട്. അപ്പം സാധാരണ ഒരു കുട്ടി 3 മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ കുട്ടി 6.5 മാസം ചെയ്താൽ മതി. അല്ലാണ്ട് കവർ ചെയ്യുക ആ ഗ്യാപ്പ് എന്നുള്ളൊരു സംഗതി ഇല്ല. അതായത് സാധാരണ നമ്മൾ കുട്ടികൾ 4 മാസത്തിലാണ് കഴുത്തുറക്കേണ്ടത്. 26 ആഴ്ച ജനിക്കുന്ന കുട്ടികൾക്ക് 4 കഴിഞ്ഞ് പിന്നെ ഒരു 3.5 7 മാസം ആകുമ്പോഴേക്ക് കഴുത്തുറച്ചാൽ മതി. അപ്പം അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമേ അവർ ഈ പ്രീ ടൈം ബേബീസിന്റെ മദേഴ്സിനോടും അല്ലെങ്കിൽ പാരന്റ്സിനോടും നമുക്കുള്ള ലോങ് അറ്റാച്ച്മെന്റ് ഉണ്ട് നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഒരുപാട് ഡൗട്ട്സ് അവർക്ക് ഉണ്ടാവും. ഒബ്വിയസ്ലി നമ്മളൊരു ഫസ്റ്റ് ഒരു 2 months 3 months നമ്മളെ കൂടെ തന്നെ ഇറ്റ്സ് ലൈക്ക് എ ജേണി ടുഗദർ ആണ് ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ. ഡോക്ടറും അവിടുത്തെ സ്റ്റാഫും അതുപോലെ തന്നെ ഇവർ നമ്മുടെ ജേണിയാണ് 2 മാസം 3 മാസം. ആ ഒരു ജേണിയിൽ തന്നെ ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ആയി പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഇവർ കുറച്ചും കൂടി ഫ്രീക്വന്റ് ഫോളോ അപ്പ് ആണ്. ബാക്കിയുള്ള കുട്ടികളെ മാതിരി നമ്മൾ ഒരിക്കൽ വിട്ട് 2 ആഴ്ചയിലൊരു ഫോളോ അപ്പ് കഴിഞ്ഞാൽ പിന്നെ വാക്സിനേഷൻ ഒക്കെ വന്നാലേ ഉള്ളൂ. പലപ്പോഴും ചിലപ്പോൾ ഗവൺമെന്റിൽ പോകുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സൈഡിലോട്ട് പോകും. ഇങ്ങനത്തെ കുട്ടികൾക്ക് നമുക്ക് ഫോളോ അപ്പ് കുറച്ചുകൂടി ഫ്രീക്വന്റ് ആണ്. വെയിറ്റ് വെക്കണവർ ആഴ്ചക്കാഴ്ചക്കൊക്കെ നമ്മൾ വിളിക്കും. വെയിറ്റ് എന്നായി ഗ്രോത്ത് പ്രോപ്പർ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്ഫുൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്രീക്വന്റ് ആയിട്ട് വിളിക്കും. പിന്നെ എവറിത്തിങ് നോർമലാണ്. പിന്നെ നമ്മൾ ഗ്യാപ്പ് ചെയ്ത് കൊണ്ടുവരാൻ. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ഇങ്ങനത്തെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ കുറച്ചും കൂടി ചാൻസസ് കിട്ടുന്നത് കണ്ടാണ് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ സോൾവ് ആണ്. കഴുത്തുറക്കാത്ത സിറ്റുവേഷനൊക്കെ വരുമ്പോൾ എപ്പോഴാണ് കഴുത്തുറക്കുക എന്ന് ചോദിക്കാൻ ഒരു 4-5 ഓപ്പർച്യൂണിറ്റി അതിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുണ്ടാവും. കഴുത്തുറക്കാൻ ടൈം ആയോ എന്ന് ചോദിക്കാൻ ഒരു 4-5 ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ അത്ര സ്ട്രെസ്ഡ് ആയിട്ട് കാണാറില്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ നോർമൽ ബേബീസിലാണ് ഈ ഒരു 2 മാസം ആകുമ്പോൾ കഴുത്തുറച്ചിട്ടില്ല അല്ലെങ്കിൽ 6 മാസം ആകുമ്പോഴേക്ക് 4 മാസം ആകുമ്പോഴേക്ക് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രെസ് നമ്മൾ കൂടുതൽ കാണാറ്. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഏത് കാലത്തിനുള്ളിൽ നിങ്ങളുടെ കുഞ്ഞ് സംസാരിക്കുന്നില്ല എങ്കിൽ നമ്മളിപ്പം ഈ ഒരു മൈൽ സ്റ്റോൺ പറയുമ്പോൾ ഓരോ ഏജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 3 മാസമൊക്കെ ആകുമ്പോഴേക്ക് വാവ കിടന്നിട്ട് ഒച്ചുണ്ടാക്കാൻ തുടങ്ങും. കൂയിങ് എന്ന് പറയും. ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേക്ക് മോണോസിലബിൾസ് ബാ ഡാല അങ്ങനെ പറയണം. ഒരു 9 മാസമൊക്കെ മാമ ലാഡ അങ്ങനത്തെ ബൈ സിലബിൾസ്. ഒരു 1 year ആകുമ്പോഴേക്ക് 2 words. അത് അമ്മ അച്ഛ എന്നൊക്കെ നമ്മൾ പറഞ്ഞ മാതിരി 1 year 1 വയസ്സാകുമ്പോൾ അച്ഛ വിളിച്ചു അമ്മ വിളിച്ചു എന്നുള്ള ഒരു യൂഷ്വൽ ഇത് പറയുന്നത്. 1.5 വയസ്സാകുമ്പോഴേക്ക് ഒരു 8 to 10 വേർഡ്സ് ആണ്. 2 years ആകുമ്പോഴേക്ക് നമ്മളൊരു സ്മോൾ സെന്റൻസ് 2 word സെന്റൻസ് എന്നൊക്കെ പറഞ്ഞു. ഒരു 1.5-2 വയസ്സായിട്ടും കുട്ടികൾ ഒരു 8-10 വാക്കുകൾ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിന്റെ മോസ്റ്റ്ലി ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ കണ്ടിട്ടുള്ളത് ഭയങ്കര കോമൺ ആണ് ലാംഗ്വേജ് ഡിലേ. അതിന്റെ മേജർ റീസണും നമ്മളെ സ്ക്രീൻ ടൈമാണ്. അപ്പം പലപ്പോഴും നമ്മൾ ഈ 6 മാസം കഴിയുമ്പോഴേക്ക് കുറുക്ക് കൊടുത്തു തുടങ്ങും. കുട്ടികൾ കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻ വെച്ച് കൊടുക്കും. കുട്ടികൾ അത് നോക്കിയിരിക്കും, ഇവരെ കോരി കൊടുക്കും, അത് കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കുട്ടികൾക്ക് സ്ക്രീനിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഹൈപ്പർ സ്റ്റിമുലേറ്റീവ് ആണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു, ഒരുപാട് കളേഴ്സ് കാണുന്നു, ഒരുപാട് സൗണ്ട് വരുന്നു. ഞങ്ങൾക്ക് തിരിച്ചൊന്നും അങ്ങോട്ട് പറയേണ്ട ആവശ്യമോ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേത് അങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും ഇതാക്കും, നമ്മൾ അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയിപ്പിക്കും, ഇങ്ങോട്ട് പറയും. അപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് ബൈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോഴാണ് കുട്ടികൾക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക. മറ്റേത് ഒരു സൈഡ് മാത്രം കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യില്ല. പോരാത്തിന് മൾട്ടി ലാംഗ്വേജസ് ആയിരിക്കും. ചിലപ്പോൾ കുറേ ഇംഗ്ലീഷ് കാണും, ചിലപ്പോൾ കുറേ തമിഴ് കാണും, ചിലപ്പോൾ ചൈനീസ് ഒക്കെ കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അടുത്തത് ടു ആൻ എക്സ്റ്റെന്റ് കാർട്ടൂണിൽ കുട്ടികൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന കുട്ടികളെ വരെ കാർട്ടൂണിൽ സംസാരിക്കുമ്പോൾ ഒരു ചില കാർട്ടൂൺ ഐ എം നോട്ട് യൂസിങ് എനി വേർഡ്സ്. അപ്പോൾ അങ്ങനത്തെ പോലെ സംസാരിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട്. അപ്പം അത് നമ്മൾ എന്തായാലും അവോയ്ഡ് ചെയ്യണം. ഫസ്റ്റ് ഒരു 2 years എന്നാണ് പറഞ്ഞാൽ 3 years വരെ കുട്ടികൾക്ക്
ഇപ്പോൾ അസോസിയേഷൻസ് ഒക്കെ പറഞ്ഞാൽ 2 years ആണ്. 3 years വരെ കുട്ടികൾക്ക് സ്ക്രീൻ കാണിക്കുകയേ ചെയ്യില്ല. സോ ലെറ്റ് ദം ഡെവലപ്പ് ദെയർ ലാംഗ്വേജ്, ദെൻ വിൽ സി. അപ്പോൾ അതാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ള ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ. നമ്മൾ ഈ ഫീഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഡോക്ടർ, ഒരു വയസ്സ് വരെ അല്ലെങ്കിൽ ഓക്കെ ഡോക്ടർ ഫീഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു 1 year ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഈ മൈൻഡ്ഫുൾ ഈറ്റിംഗ്, അതായത് കുട്ടികൾ ഭക്ഷണം അറിഞ്ഞ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അത് നമുക്ക് എങ്ങനെ ചെയ്യാം, അതിൻ്റെ ഒരു പ്രോപ്പർ വേ എന്താണ്? നമ്മളൊരു 1 year ഒക്കെ ആകുമ്പോഴേക്ക് നമ്മളെ ഡയറ്റിലോട്ട് കുട്ടികളെ കൊണ്ടുവരണം. 1 year ഒക്കെ ആകുമ്പോഴേക്ക് നമ്മൾ പിന്നെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വേറെ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള സിറ്റുവേഷനിൽ മാറണം. ഒരു 6 months to 1 year നമ്മൾ അതാണ് എയിം വെക്കുന്നത്. നമ്മൾ പണ്ടെല്ലാം പറയുന്ന രീതിക്കല്ല. പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരു ആനിമൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ 1 year കഴിഞ്ഞിട്ടേ പാടുള്ളൂ എന്നുള്ള. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഇനീഷ്യൽ പ്രാക്ടീസ് നമ്മളൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്, ഏർലി ഇൻട്രഡക്ഷൻ ആണ് ബെറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ 6 മാസത്തിലെ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ, 6 മാസത്തിലെ ആനിമൽ പ്രോട്ടീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ, ആനിമൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ, സോ ദാറ്റ് അലർജീസ് കുറവായിരിക്കും എന്നാണ് അതിൻ്റെ കണ്ടുപിടുത്തം. അപ്പം ഞാൻ യൂഷ്വലി പറയാറ് 6 months കഴിഞ്ഞാൽ കൊടുക്കാം, 8 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കൊടുക്കാം. പശുവിൻ്റെ പാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരുപാട് ഫോമുല കൊടുക്കുന്ന ഒരു കുട്ടിയാണ് വെക്കും. അപ്പം മദറിന് മിൽക്ക് ഇല്ലാത്ത സിറ്റുവേഷനോ അല്ലെങ്കിൽ മദറിന് മിൽക്ക് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനോ ആണ് നോക്കി. അപ്പോൾ ഈ ബേബി ഫോമുലയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. 6 മാസം കഴിഞ്ഞ് കുറുക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഫോമുല വിൽ ബി കണ്ടിന്യൂ വന്നത് സൈഡ്. അപ്പോൾ അവിടെ ആ സിറ്റുവേഷനിലൊക്കെ നമുക്ക് മിൽക്ക് നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ മിൽക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, മിൽക്ക് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. യു ക്യാൻ ഇൻട്രൊഡ്യൂസ്, അങ്ങനെ നോ ഇല്ല, നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മിൽക്ക് ആണെങ്കിലും ബാക്കി ഉള്ള സാധനങ്ങളാണെങ്കിൽ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി സിമ്പിൾ ആയ സാധനങ്ങൾ വെച്ചിട്ട് യൂഷ്വലി നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ ഉള്ള മുത്താറി, അതായത് രാഗിപ്പൊടി അല്ലെങ്കിൽ ഈ ബനാന പൗഡർ, നമ്മൾ കായപ്പൊടി, കുറുക്കുകളൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്താലും സ്ലോലി ഇപ്പോൾ നമ്മൾ അംഗൻവാടീസിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടിയൊക്കെ നല്ലതാണ്, നല്ല പ്രോട്ടീൻ റിച്ച് സാധനങ്ങളാണ്. സ്ലോലി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു 10 months 1 year ഒക്കെ ആകുമ്പോഴേക്കും 4-5 ഫീഡ് എന്ന രീതിയിലോട്ട് തന്നെ എത്താൻ പറ്റണം. പിന്നെ 1 year ഒക്കെ ആകുമ്പോഴേക്ക് നമ്മളൊക്കെ ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങുന്ന സിറ്റുവേഷനിലോട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ ഇനീഷ്യലി തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് വാട്ടർ ചെയ്ത് തുടങ്ങിയാലും കട്ടിയാക്കി കൊണ്ടുവരണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ഒരു പോയിന്റിൽ നമുക്ക് പെട്ടെന്ന് കട്ടിയാക്കാനാവില്ല. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു 6 മാസം തുടങ്ങി 10 മാസം ആകുമ്പോഴേക്കും അത്യാവശ്യം കട്ടിയിൽ കൊടുക്കാൻ പറ്റണം. 10 months ഒക്കെ നമുക്ക് ഫുഡ് ഉടച്ചു കൊടുക്കാൻ സിറ്റുവേഷനിലൂടെ എത്തണം. ഫിംഗർ ഫുഡ്സ് കൊടുക്കാൻ നമുക്ക് ഒരു 10 months ആകുമ്പോഴേക്കും പറ്റണം. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യുന്ന അനുസരിച്ചാണ് കുട്ടികൾ. 2 വയസ്സിലും കുറുക്ക് മാത്രം കുടിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, അത് നമ്മളായിട്ട് ചെയ്ത് തുടങ്ങിയാൽ ഇറ്റ് വിൽ ബി ഹാപ്പനിങ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഡോക്ടർ, നമ്മളൊരു വൈൻഡപ്പിലേക്ക് വരുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മളെപ്പോഴും ഈ താരതമ്യമുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോൾ പോലും ഒരു 6 months എൻ്റെ ബേബീനെ പോലെയാണോ അപ്പുറത്തെ കുട്ടിയെ പോലെ വളരുന്നുണ്ടോ എന്നൊക്കെ, ഏതൊക്കെ കാര്യങ്ങളിൽ കുട്ടികൾ കോമൺ ആയിരിക്കും? പൊതുവെ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളിലെ റെഡ് ഫ്ലാഗ്സ്? ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഡോക്ടറെ കാണണം, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ. നമുക്ക് താരതമ്യം ഇല്ല, ഒരു കാര്യത്തിനും താരതമ്യമില്ല. ജനറൽ ഗൈഡ് ലൈൻ, ഞാനിപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചതിൽ നമ്മൾ ഡെവലപ്മെന്റ് കാര്യം പറഞ്ഞു, അത് ജനറൽ ഗൈഡ് ലൈൻ. അപ്പോൾ ആ ഒരു ലെവലിൽ കുട്ടികൾ ഇപ്പോൾ 4 മാസത്തിലേ കഴുത്ത് ഉറക്കേണ്ടുള്ളൂ. ചില കുട്ടികൾ 3 മാസത്തിൽ ഉറക്കും. ദാറ്റ് ഡസന്റ് മീൻ നമ്മളെ കുട്ടി 4 മാസം ഉറക്കുന്ന കുട്ടിക്ക് പ്രശ്നം ഉണ്ടെന്നല്ല, മോശക്കാരനില്ല, അങ്ങനെയല്ല. അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ 1.25 ആകുമ്പോഴേക്കും നടന്നാൽ മതി. ചില കുട്ടികൾ 10 മാസം ആകുമ്പോൾ നടക്കും. അപ്പോൾ ഇത് ഹാപ്പൻസ് ട്വിൻസ് ഓൾസോ. ട്വിൻസിൽ ഒരു കുട്ടികൾ പെട്ടെന്ന് നടക്കും, മറ്റേ കുട്ടി നടക്കാൻ ഒരു 2 മാസം കൂടി കഴിഞ്ഞ് നടക്കുള്ളൂ. അപ്പോൾ എന്തും തുടങ്ങും, എൻ്റെ ബേബി പ്രശ്നം, ഈ ബേബിക്ക് പ്രശ്നമുണ്ടോ എന്നൊരു അവർ പറഞ്ഞ കാര്യമില്ല. എല്ലാവരും സ്ട്രെസ്ഡ് ആണ്, വാട്ട് ഇസ് നോർമൽ എന്ന് അറിയാത്തൊരു ഇഷ്യൂ ആണ്. അപ്പം അവിടെയൊക്കെ അവരൊരു ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് യഷ്വർ ചെയ്യുക തിങ്സ് ആർ നോർമൽ എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ റെഡ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എസ്പെഷ്യലി നമ്മൾ പ്രസവം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന മദേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ബേബി തീരെ പാൽ കുടിക്കാൻ എഴുന്നേൽക്കുന്നില്ല, ഒരു 6 മണിക്കൂർ 8 മണിക്കൂറായിട്ട് പാൽ കുടിക്കാൻ എഴുന്നേൽക്കുന്നില്ല, ഫുൾ ടൈം ഉറങ്ങി കിടക്കുന്നു, അത് ആക്റ്റീവ് അല്ല, ഫീഡ് ചെയ്യുന്നില്ല. ഈ 2 സിറ്റുവേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ബേബിക്ക് ശ്വാസം മുട്ടൽ മാറി, അതായത് നമ്മളിപ്പോൾ നോർമലി ബ്രീത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ന്യൂ ബോൺ ബേബീസ് ബ്രീത്ത് ചെയ്യുന്ന ഒരു 40 to 60 times in a minute ആണ്. സ്പീഡിൽ ബ്രീത്ത് ചെയ്യാം, അങ്ങനെ കതച്ച് സ്പീഡിൽ ബ്രീത്ത് ചെയ്യാം. അതുപോലെ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കുഴിഞ്ഞ് ബ്രീത്ത് ചെയ്യാം. അല്ലെങ്കിൽ ബേബി ബ്ലൂ കളർ ആവാം, പ്രത്യേകിച്ച് നമ്മൾ മൂക്ക് വായിൻ്റെ അവിടേക്ക് ബ്ലൂ കളർ ആവാം. അതുപോലെ വയറ് വീർത്ത് വരിക, മഞ്ഞ കളറിൽ ഛർദ്ദിക്കാം, അല്ലെങ്കിൽ ബ്ലീഡിങ് വരിക, വയലിൽ നിന്ന് ബ്ലീഡിങ് വരിക, പൊക്കളിൻ്റെ അവിടുന്ന് ഒരുപാട് ചെറിയ ബ്ലീഡിങ് നോർമലാണ്, പൊക്കളിൻ്റെ അവിടുന്ന് ഒരുപാട് ബ്ലീഡിങ് ആയിട്ട് വരിക, വയറ്റുന്ന പോണിൽ ബ്ലീഡിങ് വരിക, പിന്നെ അവസ്മാരമാരി ഫിറ്റ്സുമാരി എന്തെങ്കിലും കാണാം. ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഒരിക്കലും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കൽ എന്തായാലും ബേബി ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ഡോക്ടർ, അതുപോലെ എന്നോട് പലരും ചോദിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ ഒരു ഇൻറ്റിമേറ്റ് ഏരിയ നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇൻറ്റിമേറ്റ് ഏരിയ നോർമലി നമ്മൾ നേരെ ചുടുവെള്ളത്തിൽ സാധാരണ കുളിപ്പിക്കുന്ന പോലെ തന്നെ നേരെ ചുടുവെള്ളത്തിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പം എല്ലാ ഇതിനും നമ്മൾ കഴുകണം എന്നില്ല, യു ക്യാൻ തുടച്ചെടുക്കുകയും ചെയ്യാം, എസ്പെഷ്യലി ന്യൂ ബോൺസിൻ്റെ. പക്ഷേ ഇനി അതെല്ലാം നന്നായി ഡേർട്ടി ആവുകയാണെങ്കിൽ എല്ലാത്തിലും ചെറിയ രീതിക്ക് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കൊടുക്കുന്നത് ഓക്കെയാണ്. പക്ഷേ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു യൂസ് എ
ഇപ്പോൾ ഡയപ്പർ യൂസ് ചെയ്യുന്ന മദേഴ്സ് ആണ് എസ്പെഷ്യലി എല്ലാ ക്ലീനിങ് കഴിഞ്ഞിട്ടും ഒരു ഡയപ്പർ ക്രീം യൂസ് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ ഓൾവേസ് അഡ്വൈസ് ചെയ്യാറ്, ഈ തുണി യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും അതൊരു ബാരിയർ ക്രീമാണ്. വയറ്റുനിന്ന് പോയാലും മൂത്രമൊഴിച്ചാലും യൂറിനോ അല്ലെങ്കിൽ മോഷനോ ഒരുപാട് നേരം സ്കിന്നിൽ ടച്ച് ചെയ്തിരിക്കുന്ന കാരണമാണ് ഈ റാഷസ് വരുന്നത്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്കൊരു ക്രീം ഇട്ട് കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ വാഷിന് ശേഷം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡിഫറൻസ് വരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം വെച്ചാൽ വയറ്റുനിന്ന് പോയാലും മൂത്രമൊഴിച്ചാലും പെട്ടെന്ന് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഡയപ്പർ ഇട്ടിട്ട് രാത്രി ഡയപ്പർ ഇട്ടിട്ട് പിന്നെ രാവിലെ അല്ല ചേഞ്ച് ചെയ്യേണ്ടത്, അവിടെയാണ് പ്രശ്നമുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഡോക്ടർ അതുപോലെ 2 കാര്യങ്ങൾ കേട്ടില്ല. ഒന്ന്, പെൺകുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ് എന്നുള്ളതും. പിന്നെ ഈ എത്ര കാലം മുതലാണ് നമ്മൾ ഈ ആൺകുട്ടികളുടെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എത്ര ഫോഴ്സിൽ അവർ പോകുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചു തുടങ്ങി? ആൺകുട്ടികളുടെ യൂറിൻ നമ്മൾ ഇനീഷ്യലി ശ്രദ്ധിച്ചാൽ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് സ്ട്രീം, നമ്മൾ നോർമൽ സ്ട്രീം ആയിട്ട് തന്നെ പാസ് ചെയ്യാം. ഫോഴ്സിന്റെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഡ്രിബിൾ ചെയ്ത് പോവുക, അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന സമയത്ത് പെനിസിന്റെ തറ്റത്ത് വീർത്ത് വരിക, ബലൂണിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന സമയത്ത് ഉറ്റി മൂത്രമൊഴിക്കുക, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പെൺകുട്ടികൾക്കാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അസെൻഡിങ് ഇൻഫെക്ഷൻസ് ചാൻസസ് കൂടുതലാണെന്ന് പറയുമെങ്കിലും അങ്ങനെ ഒരുപാടൊന്നുമില്ല. ഇഫ് യു ആർ ക്ലീനിങ് പ്രോപ്പർ ആണ്, ഇവിടെ ഇന്റിമേറ്റ് ഏരിയ ക്ലീൻ ആയിട്ട് വെക്കുന്നുണ്ട്, പ്രോപ്പറായിട്ട് വൃത്തിയാക്കുന്നുണ്ട്, മോഷൻ പോലെ യൂറിൻ പാസ് ചെയ്തിട്ടുണ്ട്, ഇൻ ടൈം ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കാണാറില്ല. നമ്മളൊരുവിധം ആശങ്കകളൊക്കെ സംസാരിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഡോക്ടറോട് അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഡോക്ടർ, എൻ്റെ കുഞ്ഞ് നന്നായി വളരുന്നുണ്ടോ? ഇതൊരു കോമൺ ആശങ്കയാണ്. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എൻ്റെ കുഞ്ഞ് നന്നായി വളരുന്നുണ്ട്? എല്ലാ മദേഴ്സിനും ഉള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആശങ്ക എന്ന് പറഞ്ഞത് എൻ്റെ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, എൻ്റെ കുട്ടി വെയിറ്റ് ഇല്ല, എൻ്റെ കുട്ടിക്ക് വേണ്ട മാതിരി ഹൈറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതല്ല. ബേസിക്കലി നമ്മൾ ഇത് സയന്റിഫിക് ആയിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ അവരെ സ്ട്രെസ് മാറത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടീനെ വരുന്ന സമയത്ത് നമ്മൾ അവരെ വെയിറ്റ് നോക്കും, ഹൈറ്റ് നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ചാർട്സിനകത്ത് നമ്മൾ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് അതിനകത്ത് പെർസെൻറ്റൈൽസ് ഉണ്ട്. അപ്പോൾ 3% താഴെയുള്ള കുട്ടികൾ മാത്രമേ ആശങ്കപ്പെടേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ മുകളിലോട്ടാണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ അവർ ഡയറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. ഇഫ് ഏറ്റവും ലോവർ സൈഡിലാണെങ്കിൽ ഡയറ്റ് ചോദിച്ച് മനസ്സിലാക്കും, പ്രോപ്പർ ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കും. എന്നിട്ട് മേ ബി 3 months 6 months. ലോവർ സൈഡിൽ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും റേഷ്യോ, എങ്ങനെയാണ് ഡിഫറൻസ്? ലോവർ സൈഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 3rd centile ആണ് നമ്മൾ പ്രശ്നങ്ങളുള്ളത്. 97 centile മുകളിലോട്ടാണെങ്കിലാണ് നമ്മൾ ഓവർ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള വലിയ പെർസെൻറ്റേജ്, ഇപ്പോൾ 50% 3rd centile ഇടയിലാണ് നമുക്ക് നിൽക്കുന്നത് നോക്കി. മദർ വെരി ആങ്ഷ്യസ് ആണെങ്കിൽ, ഒരു ഫുഡ് ഇൻടേക്ക് കുറവാണെന്ന സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഡയറ്റ് ഹിസ്റ്ററി പ്രോപ്പറായിട്ട് എടുത്തിട്ട് അവർക്ക് അതിനകത്ത് നമ്മളിപ്പോൾ ചിലപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ചിലപ്പോൾ നോൺ വെജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചില പ്രോട്ടീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉണ്ടാവില്ല, ചിലപ്പോൾ ഇലക്കറികൾ ഉണ്ടാവില്ല, ചില ഫ്രൂട്ട്സ് ഉണ്ടാവില്ല. ഷുഡ് ബി മിക്സ്ചർ, എല്ലാം കൂടി വേണ്ട ഒരു മിക്സറാണ് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അഡ്വൈസസ് കൊടുക്കും. ചിലപ്പം കുറേ പാൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, എപ്പോഴും 2 വയസ്സ് കഴിഞ്ഞും ചിലപ്പോൾ മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം മുലപ്പാൽ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഒരിക്കലും വിശപ്പുണ്ടാവില്ല, ദേ വോണ്ട് ഈറ്റ് അതർ ഫുഡ്സ്. അപ്പം അങ്ങനത്തെ അഡ്വൈസ് നമ്മൾ കൊടുത്തിട്ട് അവരുടെ ഡയറ്റ് ഒന്നുകൂടി പ്രോപ്പർ ആക്കി കൊടുത്തിട്ട് മേ ബി 3 months ആയിട്ട് 6 months ആയിട്ട് ലാസ്റ്റ് കം ബാക്ക്. എന്നിട്ട് ഈ ഒരു രണ്ടാമത് പ്ലോട്ട് ചെയ്ത് കൊടുക്കും. പ്ലോട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് ട്രാക്ക് ചെയ്ത് പോകുന്നുണ്ടോ, മുകളിലോട്ട് പോകുന്നുണ്ടോ, താഴത്തോട്ട് പോകുന്നുണ്ടോ മനസ്സിലാക്കും. ഇഫ് ഇറ്റ് ഇസ് ഗോയിങ് ഇൻ ട്രാക്ക് ഓർ അപ്പർ, ദെൻ ദേ ആർ കംഫർട്ടബിൾ. താഴത്തോട്ട് പോകുകയാണെങ്കിൽ മാത്രം നമ്മൾ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷനിലോട്ടോ ബാക്കി മാനേജ്മെന്റിലോട്ടോ പോകേണ്ട ആവശ്യമുള്ളൂ. ഡോക്ടർ, ഇതുമായി ചേർത്ത് ചോദിക്കാനുള്ളതാണ്, ഈ പല്ല് വരുമ്പോൾ കുട്ടിക്ക് പനി വരും, അങ്ങനെ ഒരു ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ പിന്നിടുമ്പോഴും പനി വരാറുണ്ട് എന്നൊക്കെ പറയുന്നത്. അത് എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. പല്ല് വരുന്ന സമയത്ത് പനി വരിക, പല്ല് വരുമ്പോൾ ഡയറി വരിക, പല്ല് വരുന്നിടത്ത് നമ്മൾ ഹണി തേച്ച് കൊടുക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കണം. അങ്ങനെയൊന്നുമില്ല. പല്ല് വരുന്നത് പല്ല് വന്നോളും. പനി വരുന്നത് വേറെ തന്നെ. പനി ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി അത് പനി ആയിരിക്കില്ല. പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ ഈ കുട്ടികളെ തൊടുമ്പോൾ ഒരു ചൂടുണ്ടാവും. നമ്മളെ മാറിയില്ല, അവരെ തൊടുമ്പോൾ ഒരു ചെറിയ മാമത്ത് അവർക്ക് എപ്പോഴും ഉണ്ടാവും. എസ്പെഷ്യലി തല തൊടുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാവും. അപ്പം തല എപ്പോഴും ചൂടാണെന്നുള്ളൊരു റെഗുലർ കംപ്ലൈന്റ് ആണ്. തല എപ്പോഴും ചൂടാണ്, തലയ്ക്ക് എപ്പോഴും പനിയാണെന്ന് പറയും. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു ബോഡീൻ്റെ ഒരു സൈഡ് മാത്രമായിട്ട് പനി വരില്ല. പനി വരുവാണെങ്കിൽ ബേബിക്ക് ഫുള്ളായിട്ട് പനി ഉണ്ടാവും. പക്ഷേ ഇവൻ കളിക്കുന്നുണ്ടാവും, നോർമലാണ്, വേറെ പ്രശ്നമില്ല, തല മാത്രം ചൂടാണ്. പക്ഷേ പനിയുള്ളൊരു കുട്ടി വിൽ ബി ഡള്ളായിരിക്കും, ആക്റ്റീവ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇറിറ്റബിൾ ആയിരിക്കും, കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇതും കൂടി നോക്കിയിട്ടാണ് അവരോട് നമ്മൾ അസസ് ചെയ്യാൻ പറയാം. ഡോക്ടർ, നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുന്നിടം മുതൽ അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ പിന്നിടുന്നത് വരെ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ടോക്കായിരുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു.